എൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഇറങ്ങിയത് 9 ദിവസം മുമ്പാണ്. ഏകദേശം ഓഗസ്റ്റ് 3 ഞാൻ കണ്ടെന്നു അവസാനത്തെ എപ്പിസോഡ് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഒരു കോഴ്സിൻ്റെ ബേസിസിൽ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 10 ദിവസമാകുന്നു എന്ന് ചുരുക്കം. ഇതിനിടയിൽ അബ്സ്ട്രാക്ട് ക്ലാസ് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞു സോളിഡ് പ്രിൻസിപ്പിൾസിലേക്ക് കയറുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും ടഫാണെന്ന് വിചാരിച്ചില്ല. എന്നിരുന്നാൽ തന്നെയും എനിക്ക് പഠിപ്പിച്ചു പോകാനാണെങ്കിൽ വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത സോളിഡിലേക്ക് കയറാമെന്ന് പറഞ്ഞത്. പക്ഷേ അത് മനസ്സിലാക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങളത് പഠിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇറ്റ് വിൽ ഗെറ്റ് ടഫർ ആൻഡ് ടഫർ. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. എനിക്കറിയാം പല ഇൻസ്റ്റിറ്റ്യൂട്ട് യൂട്യൂബ് ട്രെയിനിങ്സിലെ വീഡിയോസൊക്കെ നിങ്ങൾ പലരും പറയുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ എളുപ്പവും അവസാനത്തിലെത്തുമ്പോൾ പിന്നെ ടഫാവും, വെറുപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന കാരണം നിങ്ങൾക്ക് ബേസിക്സ് മനസ്സിലായി, പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അഡ്വാൻസ് ലെവലിലേക്ക് വന്നപ്പോൾ സാധനം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ വീഡിയോ ലെങ്തി ആവും, കാരണം ഇത് പറയണമെങ്കിൽ കുറച്ച് എക്സ്പ്ലനേഷൻ പറയാൻ ഞാൻ പറ്റും. കാരണം ഇതിപ്പോൾ സമയം 1:30 ഇവിടുത്തെ രാത്രി 1:30. ഞാൻ ഈ ഒരു സബ്ജക്ട്സ് ഇത് ഇന്ന് തന്നെ തീർക്കണം എന്നല്ല, അറ്റ്ലീസ്റ്റ് ഇന്ന് കവർ ചെയ്തുകൊണ്ട് നാളെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നീട് ഞാൻ വീണ്ടും ഒന്നുകൂടെ റീസ്റ്റഡി ചെയ്യേണ്ടി വരും. ഇന്ന് ഞാനിത് പഠിക്കാനിരുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ എൻ്റെ മീറ്റിംഗ് ശേഷം 1 മണിക്ക് കഴിഞ്ഞതിന് ശേഷം, വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയതാണ് ഈ പരിപാടി. ഇന്നിപ്പോൾ 1:30. എൻ്റെ എല്ലാ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 12 മണിക്കൂർ ഞാൻ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ ദിവസം ഇത് റാപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാനല്ല റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇരുന്നത് 12 മണിക്കൂറാണ്. ഇത് ഞാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് കഴിഞ്ഞ അന്ന് മുതൽ, ഓഗസ്റ്റ് 3 മുതൽ ഇങ്ങോട്ട്. ശേഷം എൻ്റെ ഇടയ്ക്കൊരു 4 ദിവസം ബ്രേക്ക് എടുത്തു ഫിൻലാൻഡ് പോയതിൻ്റെ ബേസിൽ. അതല്ലാതെ ഇതിൻ്റെ ഇടയിൽ വന്ന 5 ദിവസത്തെ മുഴുവൻ സ്റ്റഡീസും ഇതുമായിട്ട് അബ്സൊല്യൂട്ട് സോളിഡ് പ്രിൻസിപ്പിൾസ് എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ ഞാൻ തല കുത്തിയിരുന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടത് സാറ്റിസ്ഫാക്ഷനാണ്. സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ സെൻസ് എനിക്കിത് ഹാക്കിലൂടെ, ഒരു ചെറിയൊരു ഹാക്കിലൂടെ മാത്രം പഠിക്കുക. അല്ലാതെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഏത് റിസോഴ്സ് എടുത്ത് വെച്ചോ, ലോകത്തുള്ള മുഴുവൻ റിസോഴ്സ് എടുത്ത് വെച്ച് പരിശോധിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ സാധനം കിട്ടത്തില്ല. കാരണം ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടി വരത്തില്ല, പക്ഷേ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോളിഡ് പ്രിൻസിപ്പിൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങളുടെ സൊല്യൂഷൻ അത്രയും ഇതുമല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ സാധനമുണ്ട്, ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. അല്ല നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ എൻ്റെ സമയങ്ങൾ ഒരുപാട് ഇത്രയും സ്പെൻഡ് ചെയ്തു. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനുഷ്യത്വപരമായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളെനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോസ് റീച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, മനുഷ്യത്വം എന്നുള്ള സാധനം എനിക്ക് തോന്നുന്നു ഇപ്പം ഭൂമിയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ഇൻട്രാക്ഷൻ കാണുമ്പോൾ ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. അപ്പം എൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇസ്രായേലി സപ്പോർട്ടറാണെങ്കിലോ നിങ്ങൾ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണമെന്നില്ല. എൻ്റെ നിലപാടാണ്. നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ കമൻറ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ പഠിക്കാൻ ആഗ്രഹമുള്ള നോൺ ഇസ്രായേലി സപ്പോർട്ടേഴ്സും നോൺ RSS സപ്പോർട്ടേഴ്സും മാത്രം പഠിക്കേണ്ട ഒരു ഇതാണ്. അവർ മാത്രം പഠിച്ചാൽ മതിയെന്നേ എനിക്ക് എൻ്റെ ആഗ്രഹം അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട, ഫോളോ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട. എൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും. സോ മനുഷ്യത്വം ഉള്ളവർ മാത്രം, എന്ന് വെച്ചാൽ നമുക്ക് കൈ മുറിഞ്ഞാൽ ചോര വരും, ആ ചോര വന്നു കഴിഞ്ഞാൽ നല്ലൊരു വേദന എടുക്കും എന്നുള്ളത് മനസ്സിലാകുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോസ് ലെങ്തിയാണ്, നിങ്ങൾക്ക് വേണേ കണ്ടാൽ മതി. എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ പേരിൽ എനിക്കൊരു റവന്യൂ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കേസ്, ഇപ്പം രാഹുൽ ഗാന്ധി ഇഷ്യൂ. ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയൊരു കളങ്കം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോഴും ആൾക്കാർക്ക് മിണ്ടാൻ ആർക്കും താല്പര്യമില്ലെങ്കിൽ നിങ്ങളെല്ലാം ബയസ്ഡ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഫാസിസം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഹിറ്റ്ലറിനെ എത്രമാത്രം വെറുക്കുന്നു അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അത് ഫാസിസത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. പോഡ്കാസ്റ്റ് ഉടനെ വരുന്നുണ്ട്, വെയിറ്റ് ആൻഡ് സീ. പിന്നെ അതേപോലെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യത്വമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ ചാനൽ. അതുപോലെ തന്നെ എൻ്റെ ട്രെയിനിങ്സ് അതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാർ ഇവിടുന്ന് പഠിക്കുക, അവിടെ പോയി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് മോശമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ നിലപാടുണ്ടെങ്കിൽ നിലപാട് വ്യക്തമാക്കുക, എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോവുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ,
അപ്പോൾ നമുക്ക് എൻ്റെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തേത് സോളിഡ് പ്രിൻസിപ്പിൾസ് ആണ്. എനിക്കിപ്പോഴും കോൺഫിഡൻസ് ഇല്ല അതെങ്ങനെ പറഞ്ഞു തീർക്കണം എന്നുള്ളത്. കാരണം എവിടെയോ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അത് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ചിലപ്പോൾ ഇതൊന്നല്ല, ചിലപ്പം മൾട്ടിപ്പിൾ എപ്പിസോഡ്സിൽ തീർക്കേണ്ടി വരും. ഇന്ന് തന്നെയും നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സോളിഡ് പറയുന്നതിന് മുമ്പ് എന്ത് സോളിഡ് അല്ല എന്ന് നോക്കാം. ഓക്കെ, നോൺ സോളിഡ് ഫുഡ്, നമുക്കൊരു സോളിഡ് പ്രിൻസിപ്പിൾ എടുക്കാതെ നമുക്കൊരു ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ടാക്കി നോക്കാം. അതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. അറ്റ് ഹാൻഡിൽസ് മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റി. ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതും ഇതെന്ന് പറയില്ല. സാധാരണ എല്ലാം കാണുന്നതെല്ലാം നമ്മളൊരു ഒരു കോർ ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരു സിംഗിൾ ക്ലാസ് വിത്ത് മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനം നമുക്ക് ഓരോന്നും മെത്തേഡായിട്ട് കോൾ ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. വി പ്ലേസ് എൻ ഓർഡർ, പിസ്സ മാർഗരിറ്റ എന്ന് ഓർഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഡർ ഐ ഡി, നമുക്കൊരു ഓർഡർ ഐ ഡി തിരിച്ച് കിട്ടുന്നു. ആ ഓർഡർ ഐ ഡി ട്രാക്ക് ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം നടക്കുന്നത് ഒരു സിംഗിൾ ക്ലാസ്സിലൂടെയാണ്. ഇവിടെ എന്താ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ക്ലാസ് ഡസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിതിൻ്റെ എക്സ്റ്റെൻസിബിലിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം മുഴുവൻ മാറ്റേണ്ടി വരും. ഇതെല്ലാം കോർ ഫീച്ചേഴ്സ് ആണെങ്കിലും നിങ്ങളൊരു പുതിയൊരു ആപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ആപ്ലിക്കേഷനകത്ത് വേണ്ട. ചില ഫീച്ചേഴ്സിനകത്ത് അവർക്ക് ബേസിക് ആപ്ലിക്കേഷൻ മതിയാവും. ചിലപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിങ് ഉണ്ടാവത്തില്ല, അത് ബാങ്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവത്തില്ല, പിന്നെ ക്യാൻസലേഷൻ പോളിസി അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. അപ്പം പിന്നെ അതാ പറഞ്ഞത്, ക്ലയൻസ് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനകത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇതിപ്പം നിങ്ങളിപ്പോൾ കാണുന്ന ചെറിയൊരു ഫീച്ചർ ആയിരിക്കും, പക്ഷേ ഇതൊക്കെ ഇതിനകത്തുള്ള ലോജിക്കൊക്കെ വളർന്നു വരുമെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് ലൈൻസും നിങ്ങൾ മൊഡ്യൂൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഫീച്ചറിൽ നിങ്ങൾ എവിടെ തപ്പിയാലാണ് എന്ത് മാറ്റം വരികയെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല. ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടാണ്. പിന്നെ ടൈറ്റ് കപ്ലിംഗ് ആണ്. എ സിംഗിൾ ചേഞ്ച് കുഡ് ബ്രേക്ക് ദിസ് സിസ്റ്റം എൻറ്റയർലി. നിങ്ങൾ എവിടെയോ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് നല്ല രീതിയിൽ, കാരണം നിങ്ങൾക്കറിയത്തില്ല എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ യു ആർ ബ്രേക്കിംഗ് ദി എൻറ്റയർ സിസ്റ്റം. സോ എന്താണ് പ്രാക്ടീസിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ കോഡ് മെയിൻറ്റെയിൻ ഭയങ്കര പാടാണ്. എവിടെയും ബഗ് വരാം. ഹാർഡ് ടു എക്സ്റ്റെൻഡ്, ഫങ്ഷനാലിറ്റിയിൽ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ് ടു ടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും, പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് അപ്പോൾ ഓരോന്നും പർട്ടിക്കുലർലി എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഈസ് വെരി ഹാർഡ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വീണ്ടും മറ്റുള്ള ആപ്ലിക്കേഷൻ വരുമ്പോൾ കോഡ് നിങ്ങൾ റീറൈറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് പാരാമീറ്ററൈസേഷൻ ആണ് ഏറ്റവും ബെറ്റർ. നിങ്ങളൊരു ഇൻ്റർഫേസ് ഉണ്ടാക്കി വെക്കുക, ആ ഇൻ്റർഫേസിൽ നിന്ന് മറ്റുള്ള ആപ്ലിക്കേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. അത് നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർഫേസ് എന്നുള്ളത്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സോളിഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോളിഡ് പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഹാക്ക്. ഇതിനെ ഞാൻ ഹാക്ക് എന്ന് വിളിക്കുന്നു. കാരണം ഇതേപോലൊരു സാധനം നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല. പഠിക്കാൻ ഏറ്റവും എളുപ്പവും സിംപ്ലിഫൈ ചെയ്തേക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ മറ്റുള്ള വീഡിയോസ്, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കാണരുത്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇതിൻ്റെ കൺസോൾട്ടേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഞാനിവിടെ ലോജിക്കൊന്നും പറയുന്നില്ല. ഓക്കെ, അവിടെയാണ് നമ്മൾ ലോജിക്കൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ റോഡ് മാപ്പ് ഇത്രയേ ഉള്ളൂ. വെൻ ടു യൂസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്യണം, വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സോളിഡ് പ്രിൻസിപ്പിൾസ് എപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഒരു വൺ ഓഫ് ദ സ്റ്റേജ് പറഞ്ഞു, സോളിഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവാതെ സാഹചര്യം പറഞ്ഞു, പക്ഷെ നമ്മളത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നില്ല. ഇപ്പം അത് പറഞ്ഞിട്ടില്ല, പറയാം. പിന്നെ ഇപ്പോൾ നോൺ സോളിഡ് എക്സാമ്പിൾ വെച്ച് നമ്മുടെ പ്രോബ്ലംസ് സംസാരിച്ചു. പിന്നെ നമുക്ക് സോളിഡ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നൗൺസ്, വെർബ്സ് ആൻഡ് ബാക്കി കുറച്ച് ടേംസ് നോക്കാനുണ്ട്. പിന്നെ നമുക്ക് ഒരു ഓർക്കസ്ട്രേറ്റഡ് ഒരു കാര്യം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണിത് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിക്കാൻ പോവാം. സോ നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്ന പേരുകളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പേരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നൗൺസാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നൗൺസ്. എന്ന് വെച്ചാൽ നൗൺസ് ആർ യൂഷ്വലി ദ കാൻഡിഡേറ്റ്സ് ഫോർ ക്ലാസ്സസ്, എൻറ്റിറ്റീസ് ഓർ ഇൻ്റർഫേസസ്.
എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിന് പേരിടുമ്പോൾ അത് ഏതെങ്കിലും ഒരു നൗൺ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്, അതാണ് നൗണ്. ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു നൗണാണ്. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഇതിനകത്തുണ്ടല്ലോ. എന്ന് വെച്ചാൽ രണ്ട് തരം നൗൺസ് ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് നൗൺസും രണ്ട് അബ്സ്ട്രാക്ട് നൗൺസും. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്, അല്ലേ? ഇപ്പോൾ UPI എന്ന് പറഞ്ഞത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞതൊരു കോമൺ നെയിമാണ്. ആ UPI ട്രാൻസാക്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഗൂഗിൾ പേ. അപ്പോൾ അതിനെ നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക് കൃത്യമായിട്ട് കോൺക്രീറ്റ് ലോജിക് എവിടെയാണ് കിടക്കുന്നത്, അതിനെയാണ് കോൺക്രീറ്റ് ക്ലാസ്സസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കോഫി മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കോഫി ഉണ്ടാക്കാം, പക്ഷേ കോഫി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കോഫികളില്ലേ? ബ്ലാക്ക് കോഫി ഉണ്ട്, ക്യാpuccino ഉണ്ട്. അപ്പോൾ ഏത് കോഫി ഉണ്ടാക്കണം എന്ന് പറയുന്നതാണ് കോൺക്രീറ്റ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക് കോൺക്രീറ്റ് ആയി. നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ സാധനം ചെയ്യലാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്ത് തരം എക്സ്പോർട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് CSV എക്സ്പോർട്ട് ചെയ്യണോ, PDF ആണോ, Excel എക്സ്പോർട്ട് ചെയ്യണോ എന്ന് പറഞ്ഞെടുത്താൽ നിങ്ങളെ കോൺക്രീറ്റ് ആയി. നിങ്ങളുടെ ലോജിക്ക് ഇനി എഴുതാൻ പോകുന്ന ലോജിക്ക് നടക്കുന്ന ഇവിടെയും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ത്രൂ എക്സ്പോർട്ടർ വഴിയാണ്. അപ്പോൾ എക്സ്പോർട്ടിന് അറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. എക്സ്പോർട്ടിനടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് അബ്സ്ട്രാക്റ്റും കോൺക്രീറ്റ് നൗൺസും തമ്മിൽ വ്യത്യാസം. വെർബ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി കാൻഡിഡേറ്റ്സ് ഫോർ മെത്തേഡ്സ് ആൻഡ് ആക്ഷൻ. നമുക്കറിയാം വെർബ്സ് എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. ഓടുക, ചാടുക, കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് ആക്ഷൻസ് ആണ്. നമുക്കറിയാം ആക്ഷൻസിനെയാണ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്, ഫങ്ഷൻസിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന ക്ലാസ്സിനകത്ത് വിളിക്കുന്നത്, ശരിയല്ലേ? സോ ഷെയർഡ് വെർബ്സ് അക്രോസ് മൾട്ടിപ്പിൾ നൗൺസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ നൗൺസ് ആർ ദി ക്ലാസ് നെയിംസ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഷെയർഡ് വെർബ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ കാര്യം, ഒരേ ആക്ഷൻ തന്നെ മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞിട്ട് ഫീച്ചർ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, ഡേറ്റ ബൈൻഡിങ്, ഇതൊക്കെ വരുന്നത് ഈ പറഞ്ഞ ഷെയർഡ് വെർബ്സിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഡക്ക് ടൈപ്പിംഗ് പറഞ്ഞു, അതേപോലെ പോളിമോർഫിസം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്താ സെയിം ബിഹേവിയർ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. നമ്മളന്ന് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ റീല് പോസ്റ്റ് ചെയ്യണോ, വീഡിയോ പോസ്റ്റ് ചെയ്യണോ, അതൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ എന്ന് വെച്ചാൽ റെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ ഫംഗ്ഷനാലിറ്റി ഉള്ളൂ. ഇറ്റ് ഈസ് ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ നൗൺസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലാസ്സസ്. സോ ഷുഡ് ബി ഇൻ ഇൻ്റർഫേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ യുണീക്ക് വെബ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിനകത്ത് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് സാധനം ഉണ്ടാവത്തില്ല, ആ മെത്തേഡ് ഉണ്ടാവത്തില്ല. അതിനെയാണ് പറഞ്ഞ് യുണീക്ക് വെബ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റർഫേസ്, അതായത് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ നൗൺസ് അകത്ത് ഒരേ വെർബ് ഉണ്ടെങ്കിൽ അത് ഇൻ്റർഫേസിനകത്താണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻ്റർഫേസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻ്റർഫേസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ആണെങ്കിൽ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ UPI ട്രാൻസാക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയോ? ഇന്ത്യയിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റമാണ്. സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ പറഞ്ഞ UPI ട്രാൻസാക്ഷൻ. എനിക്ക് ബാങ്ക് അക്കൗണ്ടിലില്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഈ പറഞ്ഞ UPI ട്രാൻസാക്ഷൻ ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ. അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നമ്പർ വാങ്ങിക്കൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ആരുടെ നമ്പർ തരും. അപ്പോൾ അവർ പറയും ID വേണമെന്ന് പറയും, അല്ലെങ്കിൽ ഫോൺ നമ്പർ വന്നിട്ട് പറയും ഇതിനകത്ത് ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ UPI ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ UPI എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആദ്യം. UPI എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. എന്ന് വെച്ചാൽ an interface to talk to another application. എന്ന് വെച്ചാൽ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു മിഡിൽ മാൻ ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആണ്. ആ ഇൻ്റർഫേസ്, അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സാധനം ഇനി കേൾക്കാറുണ്ട്. ക്യൂബർനെറ്റിസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇൻ്റർഫേസ് എന്തൊക്കെയാണ്. എന്താണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്ന സാധനം വരും. എന്ന് പറഞ്ഞാൽ ഈഥർനെറ്റ്, അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഈഥർനെറ്റ് ഒരു ഇൻ്റർഫേസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ള പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത്, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻ്റർഫേസ്. അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. എന്ന് വെച്ചാൽ അതൊരു പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ റൂളോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റോ ആണ്. എന്ന് വെച്ചാൽ ആ ഇൻ്റർഫേസിൻ്റെ ഡെഫിനിഷൻ എന്താണോ അത് ഫോളോ ചെയ്തിട്ട് അതിനെ കംപ്ലൈൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് വരാൻ. ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യൻ സിസ്റ്റമാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അതിനൊരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു റൂള്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന സാധനമുണ്ട്. ഫോൺ നമ്പർ വെച്ചിട്ടോ ലോഗിൻ ചെയ്യണം, അതിനൊരു സർട്ടൻ UPI ID ഉണ്ടാവും, ഇറ്റ് ഈസ് യുണീക്ക് വാല്യൂ, പിന്നെ അതിനകത്ത് ബാങ്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ എനിക്കറിഞ്ഞൂടാ അതിനെങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ അബു ഹാരിസ് പേ അല്ലെങ്കിൽ ഏസ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേ ഉണ്ടാക്കണമെങ്കിൽ
ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ UPIയുടെ ട്രാൻസാക്ഷൻ ആ ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങോട്ട് കോപ്പി അടിച്ചാൽ മതി. നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നത്, ആപ്പിൾ പേ വർക്ക് ചെയ്യുന്നത്, ഫോൺ പേ വർക്ക് ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ സെയിം ഇൻ്റർഫേസ് സെയിം ആയിരിക്കും, മൾട്ടിപ്പിൾ ലോജിക് ആയിരിക്കും. എന്ന് വെച്ചാൽ സ്വന്തം കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഒരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ UPI ട്രാൻസാക്ഷൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. അതിനനുസരിച്ച് ഞാൻ എന്താ ആപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ UPI. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കരുത് ഇത് ഫോൺ പേ നമ്പറാണോ ഗൂഗിൾ പേ നമ്പറാണോ ചോദിക്കരുത്. നിങ്ങൾ പറയേണ്ടത് UPI ട്രാൻസാക്ഷൻ നമ്പർ അല്ലെങ്കിൽ UPIയുടെ ഐഡിയോ അല്ലെങ്കിൽ UPI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ ചോദിച്ചാൽ മതി. പിന്നെ ഇനി ചോദിക്കരുത്, മണ്ടത്തരം ചോദിക്കരുത്. കാരണം നിങ്ങൾ ആ ലോജിക്ക് അറിയേണ്ട. ഇറ്റ് ഈസ് അബ്സ്ട്രാക്ഷൻ. നിങ്ങൾ ആ ലോജിക്ക് അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് നമുക്കിനി വരാം. എന്താ പറയുക, പാരൻറ്റ് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, അത് നമ്മൾ പറയുന്നത് ഡിപ്പെൻഡൻസി ഇൻവേർഷൻ എന്ന് പറഞ്ഞ സാധനം വരാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം മണ്ടത്തരമാണെന്ന് ചോദിക്കുന്നത് ആ ലാസ്റ്റത്തെ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഏതിനെയാണ് ഇൻ്റർഫേസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുമ്പം. അപ്പം ഞാൻ നോക്കുന്നത് 3 ടിപ്പേ ഉള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നൗൺസിനുള്ള അബ്സ്ട്രാക്ഷൻ നോക്കുക. ആദ്യം നിങ്ങൾ നൗൺസിന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്ന അത് നമുക്കൊരു എക്സാമ്പിൾ വേണമെന്ന് നോക്കിയിട്ട് പോവാം. അതിനകത്ത് ലുക്ക് ഫോർ അബ്സ്ട്രാക്ഷൻ ഇൻ ദ നൗൺസ്. ഇഫ് യു സീ മൾട്ടിപ്പിൾ നൗൺസ് ഡൂയിങ് ദ സെയിം സിമിലർ തിങ്, സംതിങ് അബ്സ്ട്രാക്ട് ദാറ്റ് സംതിങ് ഇൻ ടു ആൻ ഇൻ്റർഫേസ്. അതായത് നമ്മൾ പറയുന്നു CSV എക്സ്പോർട്ടർ ഒരു വൺ ഓഫ് ദി സംതിങ് ഡൂയിങ് ആണ്, PDF എക്സ്പോർട്ടർ സംതിങ് ഡൂയിങ് ആണ്, Excel എക്സ്പോർട്ടർ സംതിങ് ഡൂയിങ് ആണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒരേ തരത്തിലാണ്. എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. സോ അതാണ് നമ്മൾ ഇൻ്റർഫേസ് ആകാനുള്ള കാൻഡിഡേറ്റ്. നമ്മളൊരാളെ സെലക്ട് ചെയ്യുമല്ലോ, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അവരെല്ലാം കോമൺ ലോജിക്കിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. അതിനെയാണ് ഇപ്പം ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫോക്കസ് ഓൺ ദി വെർബ്സ് ദേ ഷെയർ. എന്ത് തരം മെത്തേഡാണ് അല്ലെങ്കിൽ ആക്ഷനാണ് അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന നോക്കും. എന്ന് വെച്ചാൽ ഇഫ് സെവറൽ ക്ലാസ്സസ് ഹാവ് ദ സെയിം വെർബ് പുട്ട് ദാറ്റ് ഇൻ ദ വെർബ് ഇൻ ദ ഇൻ്റർഫേസ്. എന്ന് വെച്ചാൽ അതിനെ ഇൻ്റർഫേസിൽ കൊണ്ടിടുക. നമ്മൾ പറഞ്ഞ പോളിമോർഫിസത്തിൻ്റെ ഫീച്ചർ തന്നെയാണ്. എങ്ങനെയാണ് പോളിമോർഫിസം ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ ഇൻ്റർഫേസ് ഉണ്ടാക്കുക. ഇൻ്റർഫേസ് ആണെങ്കിൽ എന്താണ്, അതിൽ നിന്ന് നൗൺസ് കണ്ടുപിടിക്കണം. നൗൺസ് കണ്ടുപിടിച്ചതിന് ശേഷം ഏതൊക്കെ മെത്തേഡ്സാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ലോജിക്ക് സെയിം ആവുന്നത്, അതിനൊരു ഇൻ്റർഫേസ് ആക്കി കണക്ട് ചെയ്യുക. എന്നിട്ട് ആ ഇൻ്റർഫേസിനകത്ത് നടക്കുന്ന ആക്ഷൻസ് 3-നകത്തും ഒരു കാര്യം തന്നെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കോഫി മേക്കർ എന്ന് പറഞ്ഞിട്ട് മെഷീനുണ്ട്. കോഫി മേക്കറിനകത്ത് നമ്മൾ ബ്ലാക്ക് കോഫി ചായ ഉണ്ടാക്കാറുണ്ട്, ക്യാപ്പച്ചീനോ, എസ്പ്രസ്സോ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ടെങ്കിലും നമ്മുടെ കോമൺ ലോജിക്ക് ബ്രൂ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കോഫിയെ ബ്രൂ ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അതിനകത്ത്. ചായയൊക്കെ ആണെങ്കിൽ മേക്ക് ചെയ്യുക. അപ്പോൾ ആ മേക്ക് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് മറ്റുള്ള എല്ലായിടത്തും നടക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ലോജിക്ക് അതിനകത്ത് എന്ത് നടക്കുന്നു നോക്കേണ്ട കാര്യമില്ല, എന്ത് തരം ആക്ഷനാണ് നടക്കുന്നത്. ബ്രൂ ചെയ്യുകയാണെങ്കിൽ ബ്രൂ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. യു ടോക്ക് ടു ബ്രൂ, ദെൻ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്, ഇറ്റ് വിൽ ടേക്ക് കെയർ. നിങ്ങൾ ആ ചോദിക്കേണ്ട ചോദ്യം മാത്രം ചോദിച്ചാൽ മതി, നിങ്ങൾ അതിൻ്റെ ലോജിക്കിലേക്ക് നോക്കണ്ട. ഇത്രയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ബ്രൂ ആണ് ഇവിടുത്തെ കോമൺ ഇൻ്റർഫേസ് എങ്കിൽ എക്സ്പോർട്ടേഴ്സിൻ്റെ കോമൺ ഇൻ്റർഫേസ്. അപ്പോൾ എന്താണ്, എക്സ്പോർട്ട് എന്ന് പറഞ്ഞ മെത്തേഡാണ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ആ പറഞ്ഞ മെത്തേഡ്. ബ്രൂ ആണെങ്കിൽ ബ്രൂ. അതിനുശേഷം മൂന്നാമത്താണ് തിങ്ക് അബൌട്ട് ദി ഓർക്കസ്ട്രേറ്റഡ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ വാട്ട് ഡസ് ഓർക്കസ്ട്രേറ്റ്, അതായത് ഓർക്കസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രേറ്റ് ഇപ്പോൾ നോക്കണ്ട, മൂന്നാമത്തെ ഞാൻ പിന്നെ ലാസ്റ്റത്തെ ഏടെ ലോജിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അതായത് നമ്മൾ ഇനി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ എക്സ്പോർട്ടേഴ്സിനെ ആഡ് ചെയ്യേണ്ടി വരുമോ, പുതിയ കോഫി ഡ്രിങ്ക്സ് ആഡ് ചെയ്യേണ്ടി വരുമോ. നിങ്ങൾക്കറിയത്തില്ല ഇനി വരാൻ പോകുന്ന പുതിയ മോഡൽ കോഫികളുണ്ടെങ്കിൽ ആ കോഫിയെ നിങ്ങൾക്ക് ഇനി സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമോ എങ്കിൽ നിങ്ങൾ OCP ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സോളിഡ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ പുതിയ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇനി വരാണ് ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യണം, പഞ്ചസാര ആഡ് ചെയ്യണം. ഇനി അടുത്തൊരു പുതിയൊരു കോഫി വരണം, അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമൈസേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പാരാമീറ്ററാണ്. അപ്പോൾ അതും പാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റണം. അത് എന്നാൽ മറ്റുള്ളതിനെ അഫക്റ്റ് ചെയ്യാനും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഇൻറ്റഗ്രേഷൻസ്, പുതിയ നമുക്ക് കോഫിയിലേക്ക് നമുക്ക് കാർഡ് പേയ്മെൻറ്റ് ആഡ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കോയിൻ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്ത് പുതിയ ഫോർമാറ്റേക്ക് കൊണ്ടുവരുന്ന അതിൻ്റെ ഡേറ്റ സെറ്റ്സിനെ, എങ്കിൽ അതൊരു ന്യൂ ഇൻറ്റഗ്രേഷനാണ്.
അപ്പോൾ അതും ചിന്തിക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അത് കഴിഞ്ഞതിന് ശേഷം സോളിഡ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ എക്സ്പാൻഷന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ടൈപ്പും പുതിയൊരു വരാൻ പോകുന്ന ഇനി ഏതൊരു ചൈൽഡ് ക്ലാസ്സിനും ഈ പറഞ്ഞ ഇൻ്റർഫേസിനെ ഉപയോഗിക്കാൻ പറ്റണം. കാരണം മെത്തേഡ് സെയിം ആണ്. പോളിമോർഫിസം പഠിച്ചതാണ്. പോളിമോർഫിസിലെ എവിടെ വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഷുഡ്, നമ്മൾ അതിൻ്റെ ഇൻ്റർഫേസ് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ കോൺക്രീറ്റ് ടൈപ്പിലേക്ക് പ്രശ്നമില്ല. എപ്പോൾ വേണമെങ്കിലും സ്വാപ്പ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് നമ്മുടെ വാല്യൂസ് ഒരിക്കലും ഹാർഡ് കോഡ് ചെയ്യരുത്. നിങ്ങൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, ഫോണിലേക്ക് നമുക്കൊരു ഫോൺ നമ്പർ മാത്രമേ കോഡ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് ഹാർഡ് കോഡറാണ്. അതിലേക്ക് നമ്പർ ഡയൽ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ടെങ്കിൽ അത് പാരാമീറ്ററൈസ്ഡ് ആണ്. നിങ്ങൾക്ക് നമ്പർ മാറ്റി മാറ്റി കൊടുക്കാം. പക്ഷേ എന്നാൽ ചില നമ്പറുകളിലേക്ക് ഹാർഡ് കോഡ് ചെയ്ത് വെക്കാൻ, ആ നമ്പറിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളെങ്കിൽ അത് ഹാർഡ് കോഡറാണ്. സോ യൂസിങ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ, സോ ഡിപ്പെൻഡൻസി പ്ലഗ് ഇൻ വിത്തൗട്ട് എനി ഇത് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസീസ് എന്താണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന പാരാമീറ്റർ അനുസരിച്ചിരിക്കും. അല്ലാതെ അതിനെ നേരിട്ട് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് അതിന് ഇൻ്റർഫേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ ലാസ്റ്റത്തെ അഗ്രിഗേറ്റർ അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ, നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ അറിയേണ്ട ആവശ്യമില്ല. അതിനെങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞെടുത്താൽ മതി. അതിനുള്ളിൽ നടക്കുന്ന ലോജിക്കൊന്നും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഈ ഓർക്കസ്ട്രേറ്റർ ലോജിക് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങാം. അതായത് നമ്മുടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്കറിയാം, പറഞ്ഞല്ലോ, ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, AI, ഇങ്ങനെ പോകുന്നൊരു ചെയിനുണ്ട്. ആ ചെയിനകത്ത് നമ്മുടെ AI ചെയ്യുന്ന പറഞ്ഞാൽ ഇൻ്റലിജൻ്റായിട്ട് സാധനത്തെ പിക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും പണിയെടുക്കുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ AI, ഇപ്പോൾ ChatGPT എടുത്താൽ ചോദിക്കുന്നെങ്കിൽ ChatGPT ആ ചോദ്യം എടുക്കുകയും, ChatGPTയുടെ കുറേ മോഡൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൽ നടക്കുന്ന Q&A മോഡൽസ് ഉണ്ടാവും, ഇമേജ് റെക്കഗ്നിഷൻ മോഡൽസ് ഉണ്ടാവും, വോയിസ് റെക്കഗ്നിഷൻ മോഡൽസ് ഉണ്ടാവും, വോയിസ് കൺവേർഷൻ മോഡൽസ് ഉണ്ടാവും. ഇങ്ങനെ കുറേ മോഡൽസിനെ ഇൻ്റഗ്രേറ്റ്, എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരനിരന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം AI എടുക്കുന്ന സമയത്ത് AI നോക്കുന്നത് ഇതൊരു ചോദ്യമാണോന്ന് നോക്കും ആദ്യം. അപ്പം ചോദ്യമാണെന്ന് നോക്കുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഇത് ചോദ്യം ചോദിച്ചാണ് എന്നോട്, അപ്പം ഞാൻ മറുപടി കൊടുക്കണമെന്ന് AIക്ക് മനസ്സിലാവുകയും AI എന്ത് ചെയ്യും, ആരാണോ Q&A മോഡൽ, ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ പറ്റുന്ന മോഡൽ ഏതാണെന്ന് മനസ്സിലാക്കുകയും ആ മോഡലിനെ ഇൻവോക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇനി വിളിച്ചുണർത്തിയിട്ട് പറയും, നിങ്ങളുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പോകും. അയാളുടെ ലോജിക്ക് എന്താണെന്ന് AIക്കും അറിയേണ്ട കാര്യമില്ല. AI സംബന്ധിച്ച് ആരെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അതിന് മറുപടി കൊടുക്കാൻ കേപ്പബിൾ ആണ്, ആ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതുകൊണ്ട് എറർ വരത്തില്ല, എക്സെപ്ഷൻസ് വരത്തില്ല. സോ ദേ വിൽ ടേക്ക് കെയർ. അതിനുശേഷം AI വെയിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ AI ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ല. ഇറ്റ് ഹാൻഡ് ഓവർ ദ റിക്വസ്റ്റ് ടു ദ വർക്കർ നോട്ട്സ്. ആ വർക്കറിലേക്ക് ജോലി കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് AI അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, വർക്കർ നോട്ട് കൊടുത്തു, അയാൾ പണിയെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താണോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി എവിടെയോ പോയി തപ്പിയെടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം അവർ AIക്ക് പറഞ്ഞു കൊടുക്കും, ഓക്കെ ദിസ് ഇസ് എ റെസ്പോൺസ് ആൻഡ് യു ക്യാൻ ഗിവ് ടു ദി യൂസർ. അതെന്ത് ചെയ്യും, AIക്ക് തിരിച്ചു കൊടുക്കുന്നു. AI എന്ത് ചെയ്തു, യൂസർക്ക് കൊടുക്കുന്നു. ഇതിനകത്ത് AI എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. AI എക്സ്കലേറ്റ് ചെയ്തു. ആരോട് ചോദിക്കണം എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബ്രെയിൻ ചെയ്യുന്ന അറിയാലോ. ബ്രെയിൻ എങ്ങനെ ചെയ്യുന്നത്, സിഗ്നൽസ് പാസ് ചെയ്യും. ജോലി ചെയ്യുന്നതൊക്കെ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്. ഇതാണ് ജോലി ചെയ്യുന്നത്. ബ്രെയിൻ എന്ത് ചെയ്യുന്നു, സിഗ്നൽസ് പാസ് ചെയ്യുന്നു. നമ്മൾ എപ്പോഴെങ്കിലും സിഗ്നൽ കട്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കൈ അനങ്ങത്തില്ല, കണ്ണടയത്തില്ല, വാ തുറക്കത്തില്ല. കാരണം അപ്പോൾ നമ്മൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കൈ പണിയെടുക്കലല്ല ഉദ്ദേശം. നിങ്ങൾ ഈ കൈ പൊക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കലാണ് ഇൻ്റലിജൻസ്. ശരിയല്ലേ? ഒരാളെ അടിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലേക്കോ അല്ലെങ്കിൽ ഗിയറിലേക്കോ കൈ പോകണം എന്നുള്ള മൂവ്മെൻറ്റ്, ആ ഒരു കണ്ണിൻ്റെയും വിഷ്വലൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രെയിൻ കൊടുക്കുന്നൊരു എന്താ പറയുക, ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, സിഗ്നൽ ട്രാൻസ്മിഷൻ. ആ ട്രാൻസ്മിഷൻ കൊടുക്കലാണ് ഏതൊരു കാര്യവും ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ അത് ഇൻ്റലിജൻ്റ് ആണെന്ന് പറയേണ്ട കാര്യം.
എപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, ഇത് ഇന്ന കാര്യം ചെയ്യാനാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, അതാണ് ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഈ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും AI എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്രേറ്റർ ഉണ്ട്. ഓർക്കസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അയാളാണ് പണിയെടുക്കുന്നത് പ്രധാനമായിട്ടും. എന്നാൽ അയാൾ കൃത്യമായിട്ട് ലോജിക്ക് മനസ്സിലാക്കുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓർക്കസ്ട്രേറ്റർ അല്ലെങ്കിൽ അഗ്രിഗേറ്റർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ലോജിക്കും ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യുന്നത് ഇയാളുടെ കീഴിലായിരിക്കും. സോ അതിനെ അഗ്രിഗേറ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ എന്ന് വിളിക്കാം. അഗ്രിഗേറ്ററിനകത്ത് വരുന്ന ബാക്കിയുള്ള ഫങ്ഷണാലിറ്റീസ് ആണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ടാവും. അതിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എങ്ങനെ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫീച്ചറാണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഹെറിറ്റൻസ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു ടൈം കൂടെ പഠിക്കാൻ പോകുന്നത് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ടൈം. കോമ്പോസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രിക്റ്റ് റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ പേരൻറ്റിനെ ഇൻഹെറിറ്റ് ചെയ്ത് ചൈൽഡ് ഉണ്ടാക്കുന്നു. പേരൻറ്റിൻ്റെ ക്വാളിറ്റീസ് ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എന്ന് വെച്ചാൽ പേരൻറ്റിനെ പോലെ തന്നെ ഇരിക്കണം മറ്റേ ആൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കുന്നത്. എന്നാൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൺ ടൈമിൽ നിങ്ങൾ ഏത് ക്ലാസ് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് ഒബ്ജക്റ്റിനെ വിളിച്ചു വരുത്തണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ന് വെച്ചാൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ക്ലാസ്സിനുള്ളിൽ മറ്റൊരു ക്ലാസ്സിൽ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റെസ്പോൺസ്, എന്നിട്ട് അതിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാം. മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അതിനെയാണ് കോമ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ചുമ്മാ വേരിയബിളിലേക്ക് ഒരു ക്ലാസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞുള്ളൂ. കോമ്പോസിഷനാണ് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ. കാരണം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ കമ്പോസ് ചെയ്യാം, ഒന്നിച്ചു കൊണ്ടൊന്ന് കൂട്ടിയിടാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞ കമ്പോസിഷൻ ഫീച്ചർ. ഓക്കെ, നമ്മൾ ഇൻറ്റർഫേസ് പറഞ്ഞു, വെബ്സ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ഇനി അറിഞ്ഞ ഇതും കഴിഞ്ഞു. അപ്പം നമ്മൾ പൊതുവേ സോളിഡ് പ്രിൻസിപ്പിൾസ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ സോളിഡിൻ്റെ ഓരോന്നും ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അവസാനത്തേക്ക് പോവാം. ഓക്കെ, സോളിഡിൻ്റെ എസ് എന്ന് പറഞ്ഞത് സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിളാണ്. എന്ന് വെച്ചാൽ പറയുന്ന പോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയെ ഒരു ക്ലാസ്സിന് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ബേസ്, അതിന് മാത്രമേ ഈ സോളിഡ് പ്രിൻസിപ്പിൾ ബാധകമാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ അത് ക്ലാസ് അല്ലെങ്കിൽ നൗണിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ നൗൺസിനെ കണ്ടുപിടിക്കുന്നു, നൗൺസിനെ ക്ലാസ്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ആ ക്ലാസ്സിനകത്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൊടുക്കാതെ, ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ കാര്യം പറഞ്ഞു, ആ ഡെലിവറി ആപ്പിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് കൊടുക്കാതെ ഓരോ ആപ്പും ഓരോ ഫീച്ചറും എന്തെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് മാത്രം അറ്റാച്ച് ചെയ്യാം. അതിനെയാണ് സിംഗിൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കണം. ട്രാക്ക് ഓർഡറിനാണെങ്കിൽ ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരരുത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കി, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നെങ്കിൽ അവർ പറയാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഡെലിവറി റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനില്ല, ക്യാഷ് ഡെലിവറിയാണ് എന്ന് പറഞ്ഞാൽ അവർ പറയാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിപ്പോരെ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് അങ്ങനെ നിന്ന് പൊളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പൊളിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് സാധനമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനെ പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെറിയ പിക്കിങ് പോലെ സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിംഗിൾ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഓ എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ്, അതായത് പേരൻറ്റ് ക്ലാസ്സിന് നിങ്ങൾ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പാടില്ല, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനേ പാടുള്ളൂ. അതിനകത്തുള്ള പുതിയ ഫീച്ചേഴ്സ് വേണമെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്യാം. എന്നാൽ പേരൻറ്റിനൊന്നും വരാൻ പാടില്ല. പേരൻറ്റിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടും. എന്ന് വെച്ചാൽ ആരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അറിയത്തില്ല. സോ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഫീച്ചേഴ്സ് ഡെവലപ്പ് ആവും വേണം ഫ്യൂച്ചറിൽ. മൂന്നാമത്തെ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പോളിമോർഫിസ് ഒക്കെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുമ്പോൾ പേരൻറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു, നിങ്ങളത് കണ്ടിട്ടേ വരാവുള്ളൂ, അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കാതെ, എനിക്ക് ഇനി കോഡ് എഴുതാൻ വയ്യ. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്, പേരൻറ്റിന് ഉണ്ടാക്കി, അതിനെ നമ്മൾ ഡമ്മി ആക്കി വെച്ചു. അതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്ത് ചൈൽഡിന് ഉണ്ടാക്കി, എന്നിട്ട് ഓരോന്നിനും ഓരോ ഫീച്ചർ കൊടുത്തു, റെൻഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെ ഫംഗ്ഷൻ, അതിനകത്തൊരു ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ടായിരുന്നു, എന്തോ റെൻഡർ പോസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്. ആ പോസ്റ്റിനകത്തേക്ക് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്, അതേപോലെ പറഞ്ഞ ക്ലാസ് ഒരു ഫംഗ്ഷൻ, ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ആണ്, അതിലേക്ക് ആ ഫംഗ്ഷനെ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും പാസ് ചെയ്യാം. പേരൻറ്റിൻ്റെ ടൈപ്പ് മറ്റുള്ള ചൈൽഡ് ഫോളോ ചെയ്യുന്നിടത്തോളം കാലം
ഡക്ക് ടൈപ്പിംഗ് എല്ലാം പറഞ്ഞത്. അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനെ ഫോളോ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ നിങ്ങളുടെ ആ പറഞ്ഞ മെത്തേഡിൽ വ്യത്യാസം വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എ റോങ് ആൻസർ. അതുകൊണ്ടാണ് അതിനാണ് ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ക്ലാസ്സസിലേക്കല്ലാതെ അതിൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്സസിലേക്ക് വരണം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് ക്ലാസ്സസ് ഞാൻ പറഞ്ഞില്ലേ, കോൺക്രീറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആക്ച്വൽ ലോജിക് ഉള്ളതാണ്. എന്നാൽ അബ്സ്ട്രാക്റ്റിലാണെങ്കിൽ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഹിഡൻ ആണ്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്കറിയാം എന്തോ ആണ്. അവസാനത്തെ ഐ എന്ന് പറഞ്ഞത് ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ UPI ട്രാൻസാക്ഷൻ തന്നെയാണ് ഇൻ്റർഫേസ്. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് നാളെ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ അബു ഹാരിസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം അല്ലെങ്കിൽ ഏസ്റിക്സ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കണം. പുതിയ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണം, നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഇൻ്റർഫേസ്, അതായത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള UPI എന്ന് പറഞ്ഞ ഇൻ്റർഫേസിനകത്ത് കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ യൂസറെ വെരിഫൈ ചെയ്യണം, യൂസറെ പേയ്മെൻറ്റ് ചെക്ക് ചെയ്യണം, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കൊടുക്കണം, പേയ്മെൻറ്റ് ഡിക്ലൈൻ ചെയ്യണം, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷനകത്ത് ഇത്രയൊന്നും വേണ്ട. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടന്നാൽ മതി, ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, യൂസറെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ നിങ്ങളുടെ ഇൻ്റർഫേസ് ഈസ് ഡൂയിങ് മോർ ദാൻ ദാറ്റ്. നിങ്ങളുടെ ഇൻ്റർഫേസിന് കുറേ ഉണ്ട്, പക്ഷേ നിങ്ങളതെല്ലാം ഉപയോഗിക്കുകയും വേണം എന്നുള്ള സാഹചര്യം വരുമ്പം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 2 ഫീച്ചറുണ്ട്. അതേപോലെ തന്നെ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്, മ്യൂസിക് പ്ലെയറിന് ടേൺ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറുണ്ട്. എന്ന് വെച്ചാൽ 2 പേർക്കും ഒരേ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, 2 ഒരേ ഇൻ്റർഫേസ് ആണ്. കാരണം ഓൺ ആൻഡ് ഓഫ് 2 പേർക്കും വേണം, 2 മെത്തേഡ്സും എല്ലായിടത്തും ക്ലാസ്സിലും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ഇൻ്റർഫേസ് ആയിട്ട് എടുക്കുന്നു. അപ്പം പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ കേസിൽ ഓക്കെയാണ്, 2 എണ്ണേ ഉള്ളൂ. എന്നാൽ റേഡിയോയുടെ കേസിലാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡും ഉണ്ട്. ആ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഈ പറഞ്ഞതിന് വേണ്ട, ഇതിനെവിടെ വോളിയം, ലൈറ്റിന് ആവശ്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർഫേസ് ആവശ്യമുള്ള സാധനത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർഫേസിനെ വലിയ ഫാറ്റി ഇൻ്റർഫേസിനെ എടുക്കാതെ അതിനെ മുറിച്ച് നിങ്ങൾ നാരോ ഡൗൺ ചെയ്തിട്ട് ചെറിയ ഇൻ്റർഫേസ് ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത മെത്തേഡിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഫീച്ചറാണ് ഈ പറഞ്ഞ ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ. ഇൻ്റർഫേസിനെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക. ഉദാഹരണം, നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർഫേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, SMS ഉണ്ടാവും, പുഷ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, സ്ലാക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആ എല്ലാ നോട്ടിഫിക്കേഷൻ വേണ്ട, നിങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ മതിയെങ്കിൽ ഇതെല്ലാം കൂടെ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോന്നിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നിങ്ങളതിനെ ഇൻഹെറിറ്റ് ചെയ്യും. ആ ഇൻഹെറിറ്റൻസ് ഫീച്ചറൊക്കെ വരുന്നത് അവിടെയാണ്. പിന്നെ അവസാനത്തെയാണ് ഡിപ്പെൻഡൻസ് ഇൻവേർഷൻ. നിങ്ങൾ ഒരിക്കലും ഒരു കോൺക്രീറ്റ് ക്ലാസ്, അതായത് നിങ്ങളുടെ ലോജിക്ക് കിടക്കുന്ന ക്ലാസ്സിനെ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. എന്നാൽ മറിച്ച് നിങ്ങളുടെ ഇൻ്റർഫേസിനെ മാത്രം, അല്ലെങ്കിൽ ആബ്സ്ട്രാക്റ്റ് നൗൺസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മറ്റതിനെ എടുത്തോളൂ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കുക, ഒരു UPI ട്രാൻസാക്ഷൻ ID കൊടുക്കുക. അത് ഗൂഗിൾ പേ ആണോ, ആപ്പിൾ പേ ആണോ, ഫോൺ പേ ആണോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പേയ്മെൻറ്റ് ചെയ്യുക. ദ റെസ്റ്റ് വിൽ ടേക്ക് കെയർ. അതുകൊണ്ടാണ് ഡിപ്പെൻഡൻസി ഇൻവേർഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നു, നിങ്ങളുടെ അതിൻ്റെ ബിഹൈൻഡ് ലോജിക്ക് നിങ്ങൾ മറന്നേക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥ കേട്ടില്ലെങ്കിൽ ഇനി പറയുന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊമേഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഏകദേശം 7 പോസ്റ്റ് ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലായിട്ട് മാത്രമേ സോളിഡ് പ്രിൻസിപ്പിളിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം അതാണ് ഹാക്ക്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് വേണോ വേണ്ടേ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ, എന്തിനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോളിമം എന്ന് വെച്ചാൽ സെയിം ഓപ്പറേഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് റിയൽ വേൾഡ് ലോജിക്കിനെ പറഞ്ഞ് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഫങ്ഷണൽസ് പ്രോഗ്രാം ഉപയോഗിച്ചോളൂ, പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫുഡ് ഡെലിവറി സർവീസിൻ്റെ കാര്യമാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ഫുഡ് ഡെലിവറി ആപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് എല്ലാം ഒന്നാണ്. ഓർഡർ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ആഡ് കാർട്ട് ചെയ്യാം, റേറ്റ് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിമിലർ ഓപ്പറേഷൻസ് ആണ്. എന്നാൽ ഡിഫറെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇംപ്ലിമെൻറ്റേഷൻസ് കൊണ്ടുവരണം. പുതിയ സ്വിഗ്ഗി വേണം, നിങ്ങൾക്ക് സൊമാറ്റോ വേണം, ഊബർ ഈറ്റ്സ് വേണം. പക്ഷേ എല്ലാത്തിനും ഒരേ പരിപാടിയുള്ളൂ, ഓർഡർ ചെയ്യാം, ഫുഡ് കഴിക്കാം, ഇത്രേ ഉള്ളൂ. അപ്പം ഡു വി എക്സ്പെക്ട് ന്യൂ ആപ്സ് ഓൺ സർവീസസ് ടു ബി ആഡ്? നിങ്ങൾക്ക്
ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻസിനെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ചാൽ എനിക്കൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ് ഉപയോഗിക്കാൻ പറ്റുമോ? എങ്കിൽ ലെറ്റ്സ് ഡു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം. പിന്നെ അതുപോലെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓർക്കസ്ട്ര, അഗ്രിഗേറ്റർ, ഒരു AI വേണമോ? മറ്റുള്ള എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു AIയുടെ ആവശ്യമുണ്ട് ഉണ്ടല്ലോ. കാരണം ഓർഡർ ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, അതേപോലെ റേറ്റ് ചെയ്യണം, ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കസ്റ്റമറെ യൂസറെ ഹാൻഡിൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓർക്കസ്ട്രേറ്റർ വേണമല്ലോ, ഒരു AI ഇൻ്റലിജൻസ് വേണമല്ലോ. ആ ഇൻ്റലിജൻസ് വേണമെങ്കിൽ വിതൗട്ട് നീഡിങ് ടു നോ ദി ആപ്പ് സ്പെസിഫിക്കിറ്റി, നിങ്ങൾക്ക് അതിനകത്ത് അറിയണ്ട, നിങ്ങൾക്ക് ക്യുആൻ്റെ ലോജിക്ക് എന്താ അറിയണ്ട, നിങ്ങൾക്ക് വിളിക്കാൻ അറിയണം, അവരെ ആരെ കോൾ ചെയ്താൽ ഈ സാധനം നടക്കുമെന്ന് മാത്രം അറിയാം. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫിറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ നൗൺസ്, വെർബ്സ് ആൻഡ് ഇൻ്റർഫേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നൗൺസ്, ഇതിനകത്ത് ഇവിടുത്തെ നൗൺസ് എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ഓർക്കസ്ട്രേറ്റർ, ലാസ്റ്റത്തെ അഗ്രിഗേറ്റർ ഒരു നൗണാണ്, കാരണം അതൊരു ക്ലാസ്സാണ്. സ്വിഗ്ഗി ആപ്പ് ഒരു നൗണാണ്, അതൊരു ക്ലാസ്സാണ്. സൊമാറ്റോ, ഊബർ ഈറ്റ്സ്, ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ നൗൺസാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻസ് അല്ല. ഇറ്റ് ഹാസ് സം എപ്പോഴും നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഓർഡർ ഉണ്ടാവും, ഓർഡർ ID ഉണ്ടാവും, ഓർഡർ ചെയ്ത ടൈം ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ഓബ്ജക്ട്സ് എല്ലാം അതിനകത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് വരുമ്പോഴാണ് അതിനെ നൗൺ എന്ന് വിളിക്കുക. ഓക്കെ, രണ്ടാമത് വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ഷൻസ് ആണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻസ്, ഓർഡർ ചെയ്യുന്നു, പ്ലേസ് ഓർഡർ ചെയ്യുന്നു, ട്രാക്ക് ഓർഡർ ചെയ്യുന്നു, ക്യാൻസൽ, റേറ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് ആണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് ആണ് അതിനകത്ത് വരുന്നത്. മൂന്നാമത് ഇൻ്റർഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. നേരത്തെ പറഞ്ഞ് നമ്മൾ കാണുന്ന ഒരു സാധനം പറഞ്ഞല്ലോ, ഏതൊക്കെയാണ് കോമൺ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഏതായിരുന്നത്, ഹൗ ടു ഫൈൻഡ് എന്ന് വെച്ചാൽ ഇഫ് യു സീ മൾട്ടിപ്പിൾ നൗൺസ് ഡൂയിങ് ദ സിമിലർ തിങ്, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ ഈറ്റ്സ്, ഇവർ മൂന്നുപേരും ഡിഫറെൻറ്റ് നൗൺസ് ആണ്, ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ്, ഡിഫറെൻറ്റ് കമ്പനീസ് ആണ്. എന്നാൽ ഇവർ ചെയ്യുന്നതെല്ലാം സിമിലർ കാര്യങ്ങളാണ്. ഓർഡർ ചെയ്യുന്നു, റേറ്റ് ചെയ്യുന്നു, കഴിക്കുന്നു, എന്തുവാ റേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം സെയിം ആണെങ്കിൽ അബ്സ്ട്രാക്ട് ദാറ്റ് സംതിങ് ഇൻ ടു ആൻ ഇൻ്റർഫേസ്. അങ്ങനെയാണെങ്കിൽ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഇവരെന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി കമ്പനീസ് ആണല്ലോ, സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ വരുന്നത്. അപ്പോൾ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞത് ഒരു അബ്സ്ട്രാക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഫുഡ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി, മൂന്ന് കമ്പനികളും. അതേപോലെ തന്നെ കാർ പൂളിംഗ് സർവീസ് ഉണ്ട്, ബോൾട്ട് ഡ്രൈവ്, ഊബർ, അതേപോലെ കരീം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികൾ ചെയ്യുന്നത് എന്താണ്, ടാക്സി സർവീസാണ്. ടാക്സി എസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ എന്താ, ടാക്സി സർവീസാണ് അതിൻ്റെ അബ്സ്ട്രാക്റ്റ്. അപ്പോൾ അതാണ് എൻ്റെ ഇൻ്റർഫേസ്. കാരണം എന്താണ്, എല്ലാ കമ്പനികളും ആൾക്കാരെ കൊണ്ടുവരാനും പോകാനും വേണ്ടി ഉപയോഗിക്കുന്ന ടാക്സി സർവീസാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. സോ ദേ ആർ ഡൂയിങ് സംതിങ് സിമിലർ. സോ അബ്സ്ട്രാക്ട് ദ സംതിങ് സിമിലർ, സംതിങ് ഇൻ ടു ആൻ ഇൻ്റർഫേസ്. അപ്പോൾ എന്താണ്, ഫുഡ് ഡെലിവറി സർവീസ് ഈസ് ആൻ ഇൻ്റർഫേസ്, അല്ലെങ്കിൽ പറയാം ഫുഡ് ഡെലിവറി ഇൻ്റർഫേസ് വേണമെങ്കിൽ വിളിക്കാൻ. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ വെർബ്സ് ദേ ഷെയർ. എന്താണ് ഇവർ ഷെയർ ചെയ്യാൻ പോകുന്ന വെർബ്സ്? വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് ദ കസ്റ്റമർ, ഫുഡ്, പ്ലേസ് ദി ഓർഡർ, ട്രാക്ക് ദി ഓർഡർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെർബ്സ് ആണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദോസ് ഷുഡ് ബി ദി വെർബ്സ് ഇൻസൈഡ് ദ ഇൻ്റർഫേസ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതാണ് ആ ഇൻ്റർഫേസിൻ്റെ വെർബായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർഫേസും കാൻഡിഡേറ്റ് ആയി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. എങ്കിൽ ദേ ഷെയർ ദ സെയിം മെത്തേഡ്സ്. എല്ലാവരും ഈ മെത്തേഡ് ഷെയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് മറ്റുള്ളവർ ഫോളോ ചെയ്യണമെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ബർഗർ ഉണ്ടാക്കുന്ന കേസ് പറയുകയാണെങ്കിൽ യു ഷുഡ്, ആരെങ്കിലും കസ്റ്റമറിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ആൻഡ് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉപയോഗിക്കണം. സോ ഇൻ്റർഫേസ് കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കുന്നു, അതിന് മൾട്ടിപ്പിൾ ഇൻ്റർഫേസസും മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് അബ്സ്ട്രാക്ട് ക്ലാസ്സസ്, അതർവൈസ് ഇറ്റ് വിൽ ബ്രേക്ക്. ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയണം, ഈ ഒരു സ്റ്റാൻഡേർഡിലെ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഡിഫൈൻ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. എന്നിട്ട് പറഞ്ഞ് ഇഫ് ദ ഓർക്കസ്ട്രേറ്റർ ക്യാൻ കോൾ ദീസ് മെത്തേഡ്സ് ഓൺ എനി ആപ്സ് ഇൻ്റർചേഞ്ചബിളി. സ്വിഗ്ഗി വന്നിട്ട് പ്ലേസ് ഓർഡർ ചെയ്യുന്നു, സൊമാറ്റോയിൽ വന്നിട്ട് പ്ലേസ് ഓർഡർ ചെയ്യുന്നു, യൂബർ ഈറ്റ്സിൽ വന്നിട്ട് പ്ലേസ് ഓർഡർ ചെയ്യുന്നു. മൂന്നിലും പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഫങ്ഷണാലിറ്റി നടന്നിരിക്കണം. എങ്കിൽ ദിസ് ഈസ് ആൻ ഇൻ്റർഫേസ്. ദാറ്റ്സ് യുവർ ഇൻ്റർഫേസ്. ഓക്കെ, ഇൻ്റർചേഞ്ചബിൾ എന്ന് വെച്ചാൽ കമ്പനീസ് മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നൗൺസ് മാറിയെന്ന് വെച്ചിട്ടല്ല, ക്ലാസ്സസ് മാറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആസ് ലോങ് ആസ് ദേ ഹാവ് ദീസ് മെത്തേഡ്സ്
ഇറ്റ് ഷുഡ് വർക്ക്. അത് ഡക്ക് ടൈപ്പ് ആണെങ്കിലും ഓക്കെയാണ്. കാരണം ഡക്ക് ടൈപ്പിലും ഈ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് ഇല്ല എന്നുള്ളത് ഡക്ക് ടൈപ്പിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇത്രയും മനസ്സിലാക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സോളിഡ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട്. സോ അപ്ലൈ ദ സോളിഡ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം നമ്മൾ നൗൺസിനെ ഡിഫൈൻ ചെയ്തു. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വേണമെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ കേസിൽ നൗൺസ് വെബ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. 3 ഇൻ്റർഫേസ് കാൻഡിഡേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നീട് വന്നതാണ് നമ്മൾ പറയുന്നത് ഇനി എങ്ങനെയാണെന്നെങ്കിൽ യു ഹാവ് ടു യൂസ് സോളിഡ് പ്രിൻസിപ്പിൾസ്, അതർവൈസ് ഇറ്റ് വിൽ ബ്രേക്ക് ദ സിസ്റ്റം വെൻ യു ആർ ഗ്രോയിങ് ദി ആപ്ലിക്കേഷൻ. അതിനകത്ത് ഒന്നാമത്തെ ഓർക്കസ്ട്രേറ്റ് എന്ന് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ AI അഗ്രിഗേറ്റർ ആണ്. അയാൾ എന്ത് ചെയ്യണം? റൗട്ട്സ് ഓർഡർ റൗട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ആർക്ക് കൊടുക്കുന്നു അയാൾ പ്രശ്നമല്ല. സ്വിഗ്ഗിക്കോ സൊമാറ്റോക്കോ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോട്ടെ. പക്ഷേ അയാൾ അറിയേണ്ട കാര്യമില്ല. അയാൾക്ക് അറിയേണ്ടത് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈച്ച് ആപ്പ് ഹാൻഡിൽസ് ഇറ്റ്സ് ഓൺ. അവരാണ് പിന്നെ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഓരോ ആപ്പിനും ഓരോ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റ് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ദേ ഷുഡ് ടേക്ക് കെയർ. രണ്ടാമത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പുതിയ ആപ്ലിക്കേഷൻ ഡെലിവറി ആപ്സ് വന്നാലും അവർക്ക് ഈ പറഞ്ഞ സെയിം സാധനം ഓർക്കസ്ട്രേറ്റർ പറയുന്നത് ഓക്കെ അബു ഹാരിസിൻ്റെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, ഓക്കെ ഗീവ് എൻ ഓർഡർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഷനായി. 3 ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫുഡ് ഡെലിവറി ആപ്പ് എന്തും ആയിക്കോട്ടെ വന്നോട്ടെ, നിങ്ങളുടെ സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നാലും പുതിയ ആൾക്കാർ വന്ന് ഇങ്ങനെ കയറി വന്ന് നിങ്ങളുടെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റേക്ക് മാറി കയറി വന്നാലും അത് നോക്കേണ്ട ആവശ്യമില്ല. അത് ഇറ്റ് വിൽ ഡൂ എന്താണ് ഏത് മെത്തേഡാണോ ഷെയർ ചെയ്യുന്നത് ആ മെത്തേഡ് മാത്രമേ കോൾ ചെയ്യത്തുള്ളൂ. അതാണ് ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നാലാമത്തത് ഇൻ്റർഫേസ് അഗ്രിഗേഷൻ. നിങ്ങൾ പറയുന്നു ഡോണ്ട് ഫോഴ്സ് ഓൾ ദി ആപ്ലിക്കേഷൻ ടു ഇംപ്ലിമെൻറ്റ് ഓൾ ദി ഫീച്ചേഴ്സ് ദേ ഡോണ്ട് സപ്പോർട്ട്. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ആപ്ലിക്കേഷനിൽ ഇപ്പം ഫുഡ് ഡെലിവറി റേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർഫേസ് അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാൻ പറയണം എല്ലാവർക്കും വേണ്ട സാധനത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ നിങ്ങളൊരു ഫാറ്റ് ഇൻ്റർഫേസ് ഉണ്ടാക്കാൻ പാടില്ല. സോ യു നീഡ് ടു നാരോ ഇറ്റ് ഡൗൺ. പിന്നെ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രേഷൻ ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫേസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സ്വിഗ്ഗിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നേരിട്ട് പറയരുത് ഓക്കെ കോൾ ദ സ്വിഗ്ഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസി ഭയങ്കര ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യും. എന്നാൽ നിങ്ങൾ ഫുഡ് ഡെലിവറി ആപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി കണ്ടുപിടിച്ചോട്ടെ, നോ പ്രോബ്ലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞാൽ ഗൂഗിൾ പേയും ഫോൺ പേയും തമ്മിൽ വ്യത്യാസം നിങ്ങൾ അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണെന്ന് കാണിക്കുക. UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ സോ ഇറ്റ് വിൽ വർക്ക് സീംലെസ്ലി. സോ അതിനുശേഷം എന്താണ് ഫീച്ചേഴ്സ് എക്സ്പാൻഷൻ സമയത്ത് നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് റൺ ടൈമിൽ ആഡ് ചെയ്യാം. പാരാമീറ്റേഴ്സ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കാം, ഡെലിവറി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഓരോ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ലൂസ് കപ്ലിംഗ് ഇൻ്റർഫേസ് വഴിയേ പറഞ്ഞ ഓർക്കസ്ട്രേറ്റ് സംസാരിക്കാറുള്ളൂ. ആപ്ലിക്കേഷൻ ചേഞ്ച് ആയാലും അത് ബ്രേക്ക് ആവത്തില്ല. ഞാൻ പറയുന്ന വല്ല മനസ്സിലാവേണ്ടെന്ന് ആർക്കറിയാം. 45 മിനിറ്റായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പറയാം. കാരണം എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര 7 8 കണ്ട് ഞാൻ പറഞ്ഞ കാരോസൽ ഇട്ടിട്ടുണ്ട്. ഓരോ കാരോസലിലും നിങ്ങൾക്ക് ഈ സെയിം സാധനം ഫുട്ബോളിനെ കുറിച്ചുള്ളതുകൊണ്ട് ക്യൂബർനേറ്റീസിൻ്റെ ഒരു CNI എന്ന് വെച്ചിട്ടൊരു ഫീച്ചറുണ്ട്. നിങ്ങളത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഫുഡ് ഡെലിവറി ആപ്പ് ഉണ്ട്, പിന്നെന്തോ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ സോളിഡിലേക്ക് കയറാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ടഫാക്കും. ഞാൻ കഥ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇതുവരെ കോഡ് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഇൻ്റർഫേസ് ഒരു കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് ഡിഫൈൻസ് വാട്ട് മെത്തേഡ്സ് എ ക്ലാസ് മസ്റ്റ് ഇംപ്ലിമെൻറ്റ് വിതൗട്ട് സ്പെസിഫിക്. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കാട്ടും നല്ലത് എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ, എന്ന് വെച്ചാൽ ആരാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതൊരു ഷെയർഡ് ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ ചില മെത്തേഡ്സും സിഗ്നേച്ചേഴ്സും ഷെയർ ചെയ്യുന്നു. അതിനകത്ത് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവത്തില്ല. അലൗ ഡിഫറെൻറ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ക്ലാസ് മാറിക്കൊണ്ടിരുന്നാലും പ്രശ്നമില്ല. ലൂസ് കപ്ലിംഗ് ആണ്, പോളിമോർഫിസം ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഇൻ്റർഫേസ് വിളിക്കുന്നത്. ഇൻ്റർഫേസ് ഫോർ എവറിത്തിങ്. ഇനി 1-2 കാര്യങ്ങൾ എക്സാമ്പിൾ ആക്കി എടുക്കാം. സോ ലെറ്റ് മീ ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ സോളിഡ് പ്രിൻസിപ്പിൾ ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത്.
അതിനുശേഷം നമ്മൾ സോളിഡ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇത് ഞാൻ കട്ട് ചെയ്യട്ടെ. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ആ സിംഗിൾ ക്ലാസ് ഡൂയിങ് സംതിങ് മൾട്ടിപ്പിൾ തിങ്സ്, ഒരുപാട് ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു പുതിയ സാധനം ദിസ് സോളിഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നോക്കണ്ട, അബ്സ്ട്രാക്ഷൻ ഇപ്പോൾ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, APC നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കാര്യങ്ങൾ നിങ്ങൾ എല്ലാത്തിലും ചെയ്യണം എന്നുള്ള ചെക്ക് ലിസ്റ്റ് കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞ ബർഗറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. പ്ലേസ് ഓർഡർ ആൻഡ് ട്രാക്ക് ഓർഡർ എന്ന് വെച്ചാൽ 2 ഫംഗ്ഷനാലിറ്റി എല്ലാ ഫുഡ് ഡെലിവറി ആപ്പിലും നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നു സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു, ഇൻഹെറിറ്റഡ് ഫ്രം ഫുഡ് ഡെലിവറി ആപ്പ്. അപ്പോൾ എന്ത് ചെയ്തു, 2 മെത്തേഡും അവർക്ക് കിട്ടും. അപ്പോൾ അവർ രണ്ടും എന്ത് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്ത് സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നു, മറ്റേ ഓർഡർ ചെയ്യുന്നു. അതിനുശേഷം സൊമാറ്റോ ഇൻഹെറിറ്റ് ഫ്രം ദി ഫുഡ് ഡെലിവറി ആപ്പ്, 2 ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞ അഗ്രിഗേറ്റർ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിങ്ങനെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അഗ്രിഗേറ്റർ ഉപയോഗിക്കണം, നിർബന്ധമാണ്. കാരണം നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാംസിനെ മുഴുവൻ ഒരു AI കീഴിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യണ്ടേ, എങ്കിലല്ലേ ഇത് പ്രയോജനം. എല്ലാവർക്കും ഒറ്റയ്ക്ക് ഇപ്പോൾ കൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, കണ്ണുണ്ടെന്ന് വെച്ചാൽ കണ്ണ് തുറക്കണം എന്ന് പറയണമെങ്കിൽ ബ്രെയിൻ വേണ്ടേ, കാല് നടക്കണം എന്ന് പറയേണ്ട ബ്രെയിൻ വേണ്ടേ, അല്ലാതെ കാലുണ്ടെന്ന് വെച്ചിട്ട് ഞാനാണ് വലുതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ബ്രെയിൻ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ, ബാക്കിയുള്ളതും വേണ്ടേ. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തൊരു പരസ്യം കണ്ടെന്ന്, മറ്റേ എഡേക്ക എന്ന് വെച്ചിട്ടൊരു ജർമ്മൻ ബ്രാൻഡ് ഉണ്ടായിരുന്നു, ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് കമ്പനിയാണ്. അവർ ഒരു ഡ്രില്ല് നടത്തി ഇതുപോലെ. അവർ ഈ പറഞ്ഞ സോളിഡാരിറ്റിയുടെ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ആ സൂപ്പർ മാർക്കറ്റിലുള്ള ജർമ്മൻ പ്രോഡക്ട്സ് മാത്രം വെച്ചുകൊണ്ട് പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കി ഷെൽഫിൽ നിന്ന്. വന്ന് നോക്കുമ്പോൾ കട കാലി, 1-2 ഷെൽഫിൽ സാധനം ഇരിപ്പുണ്ടോ, 1-2 കേക്ക് ഇരിപ്പുണ്ടെന്നല്ലാതെ വേറെ ഒരു സാധനമില്ല. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ജർമ്മൻ പ്രോഡക്ട്സ് മാത്രമേ സെല്ല് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എ മാർക്കറ്റ്. നിങ്ങൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ വാങ്ങിച്ച് വെച്ചാലേ അതിൻ്റെ കൂടെ സെല്ല് ചെയ്യത്തുള്ളൂ. എന്നാലേ പറഞ്ഞ അഗ്രിഗേറ്റർ, സൂപ്പർ മാർക്കറ്റ് ഒരു അഗ്രിഗേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വേണം. അല്ലാതെ ഞങ്ങൾ ഇത് ഇറ്റാലിയൻ ഷോപ്പ് മാത്രമാകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഭയങ്കര എന്ന് വെച്ചാൽ നിങ്ങൾ നീഷ് ഡൗൺ ചെയ്യുകയാണെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് അഗ്രിഗേറ്റർ ഇല്ലാതെ, അഗ്രിഗേറ്റർ ഉണ്ടാകുമ്പോൾ എന്താണ്, നിങ്ങൾ ഇതിനെ മുഴുവനും കൊണ്ടൊന്ന് കണക്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ എന്താ, നമുക്ക് അഗ്രിഗേറ്റർ നിർബന്ധമാണ്. ആൻഡ് ഓർക്കസ്ട്രേറ്റർ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻ്റർഫേസ് നോട്ട് കോൺക്രീറ്റ് ക്ലാസ്സസ്. നിങ്ങൾ കോൺക്രീറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗിയാണ് കോൺക്രീറ്റ് ക്ലാസ്. എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ഓർഡർ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് അവിടെയാണ് ശരിക്കുള്ള ഇംപ്ലിമെൻറ്റേഷൻ. എന്നാൽ നിങ്ങളുടെ ഇൻ്റർഫേസിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടോ, ഇല്ല, ജസ്റ്റ് പാസ് ചെയ്യുന്നു, നിങ്ങളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, അതിനകത്ത് നോ ലോജിക്ക്. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ കോൺക്രീറ്റ് ക്ലാസ്, അതായത് കോൺക്രീറ്റ് ലോജിക്കുള്ള നൗൺസിലെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ അബ്സ്ട്രാക്ട് നൗൺസിലേക്ക് മാത്രം പോവുക. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞത്, ഫുഡ് ഡെലിവറി ആപ്പാണ് നിങ്ങളുടെ ഇൻ്റർഫേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം, നോട്ട് ഓൺ ദി കോൺക്രീറ്റ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം പ്ലേസ് ഓർഡർ ചെയ്യാൻ പറയുന്നു, ട്രാക്ക് ഓർഡർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം പറയുന്നു ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാൻ ഡെലിവറി ഓർക്കസ്ട്രേറ്റിൽ നിന്ന് ഞാനൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം, ടെമ്പററി ഓർക്കസ്ട്രേറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താ, ഇനിറ്റ് മെത്തേഡ് അറിയാലോ, നിങ്ങളിതൊന്നും പഠിച്ചോ, വല്ല ഓർമ്മയുണ്ടോ? ഇനിറ്റ് മെത്തേഡ് എന്താണെന്ന്, ഇനിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷനാണ്. സോ കോൺഫിഗറേഷൻ ടേക്സ് അറ്റ്ലീസ്റ്റ് 1 ആർഗ്യുമെൻറ്റ്. സെൽഫ് എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റ് തന്നെയാണ്, സോ ഡസൻറ്റ് മാറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്പിലേക്ക് വരുന്നു. ആപ്പ് എന്താവണം, ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ഏതെങ്കിലും ഒരു ചൈൽഡ് ആവണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പേരൻറ്റിനെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി അത് ആ ഇൻ്റർഫേസ് ഫോളോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഐ എം കോളിങ് സ്വിഗ്ഗി. അപ്പോൾ സ്വിഗ്ഗി എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, ഞാനിപ്പം സ്വിഗ്ഗി ആപ്പിനകത്ത് എന്തുണ്ട്, പ്ലേസ് ഓർഡർ ഉണ്ട്, പ്ലേസ് _ഓർഡർ. അപ്പോൾ എന്താണ്, നമുക്ക് ഓർഡർ ചെയ്യേണ്ട സാധനം എന്താണെന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. സോ വി നീഡ് ടു പാസ്. സോ ഞാൻ പറയുന്നു പിzzയാണ്. സോ സ്വിഗ്ഗി പ്ലേസ് ഓർഡർ ഈസ് മിസ്സിങ് 1 റെക്കോർഡ് പൊസിഷൻ ആർഗ്യുമെൻറ്റ് ഓർഡർ. അപ്പോൾ ഞാൻ എന്താ കൊടുത്തേ,
സോറി, ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ എടുത്തില്ല അത്. അപ്പോൾ എന്താ നമ്മൾ ഞാൻ ചെയ്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ പേരിൽ എന്ത് ചെയ്തു, ഈ സെൽഫിന് എന്ത് ചെയ്തു, അതിനെ ഒബ്ജക്റ്റായിട്ട് അങ്ങ് എടുത്തു. സോ അതുകൊണ്ട് ഓർഡറായിട്ട് എടുത്ത കഥ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസിങ് പിസ്സ മാർഗരിറ്റ എവിടെ നിന്ന് അറിയേ, പിസ്സ മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. ഓ സോറി, ഞാൻ ഇവിടെയാണല്ലേ, നമുക്കിതല്ലല്ലോ വേണ്ടത്. ഞാൻ ഇത് നോൺ സോളിഡ് ആണ്. സോ വി ഡോണ്ട് നോട്ട് നീഡ് ദാറ്റ്, വി ജസ്റ്റ് നീഡ് ദി സോളിഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ സ്വിഗ്ഗി പ്ലേസിങ് ഓർഡർ പിസ്സ അല്ലേ. സ്വിഗ്ഗിയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണോ ഓർഡർ ചെയ്യുന്നത് ഓർഡറിനെ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ട്രാക്ക് ഓർഡർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സെയിം ഒബ്ജക്റ്റ് എടുക്കുന്നു, പ്ലേസ് ഓർഡർ മാറ്റിയിട്ടും പറയുന്നു track_order പിസ്സ. അപ്പോൾ സ്വിഗ്ഗി ട്രാക്കിംഗ് ഓർഡർ ഐ ഡി പിസ്സ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഓർഡർ ഐ ഡി വരണം. നമുക്ക് ഓർഡർ ഐ ഡി ഉണ്ടാക്കണമെങ്കിൽ ഓർഡർ ഐ ഡി ജനറേറ്റ് ചെയ്യണം. അത് പിന്നെ മാത്തമാറ്റിക്സിലൊക്കെ പോകണം. അത് ജസ്റ്റ് ഒരു ലോജിക്കായിട്ട് കണ്ടാൽ മതി. സംതിങ് ഈസ് ഡൂയിങ് ഇൻസൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നു, അതൊരു യുണീക്ക് വാല്യൂ ആയിരിക്കും. ആ യുണീക്ക് വാല്യൂ മറ്റവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവത്തില്ല, നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു മാപ്പാണ്. എന്ന് വെച്ചാൽ കീ വാല്യൂ പെയറാണ്, ഡിക്ഷണറിയാണ്. സോ വി ആർ ഗോയിങ് ബാക്ക് ഇൻ ടു ദി ബേസിക്സ്. നമുക്ക് അതൊരു പ്രോജക്റ്റ് ചെയ്യാം ലാസ്റ്റ് കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സ്വിഗ്ഗിയിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു. സോ ലോജിക് വർക്ക്സ് എക്സ്പെക്റ്റഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഞാൻ പറയുന്നു A6 ഫുഡ് എന്ന് വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. അതെന്ത് ചെയ്യുന്നു, ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനതിന് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, പാസ് ചെയ്യാണ്. നമുക്ക് എന്താ വരും നോക്കാം. അപ്പോൾ ഞാനതിനെ കോൾ ചെയ്യുന്നു, ഓർക്കസ്ട്രേറ്റർ. ഞാൻ ശേഷം പറയുന്നു A6 ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഡെലിവറി ഉണ്ട്, അതൊരു ഒബ്ജക്റ്റാണ്. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യാണ്. പ്ലേസ്_ഓർഡർ എന്ന് വിളിക്കുന്നു. ഞാൻ ശേഷം പറയുന്നു ഐ നീഡ് സം ബർഗർ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. കാരണം നമ്മൾ ആ ഒരു ഫുഡ് പ്രിൻ്റ് ഉണ്ടാക്കിയത്, അതായത് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഇത് രണ്ടെണ്ണം നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ എൻ്റെ പുതിയതിനകത്തില്ല. അപ്പോൾ പറയുന്നു യു ഹാവ് ടു യൂസ് 2 മെത്തേഡ്സ്, പ്ലേസ് ഓർഡർ ആൻഡ് ട്രാക്ക് ഓർഡർ. അപ്പോൾ ഞാൻ പ്ലേസ് ഓർഡർ ചെയ്യുന്നു. ഞാൻ ആ മെത്തേഡിന്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് നമ്മളുടെ ശരിക്കുള്ള ആ ഒരു മെത്തേഡ്, അതാണ് നമ്മളുടെ ബ്ലൂ പ്രിൻറ്റ്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് ഫ്രം ഇവിടെ കൊണ്ടുവരുന്നു. ഞാൻ ശേഷം പറയുന്നു പ്രിൻറ്റ് ഓർഡറിങ് ഫുഡ്. എന്താണ് ഓർഡർ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ എന്താണ് ഓർഡർ ചെയ്തത്, അത് ഓർഡർ ഫ്രം A6 ഫുഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഓർഡർ ചെയ്യാണ്. സോ അതിനുശേഷം വീണ്ടും ഞാൻ റൺ ചെയ്ത് നോക്കുകയാണ്. ലെറ്റ്സ് സീ. സോ ദിസ് ടൈം ഇറ്റ് ഈസ് മിസ്സിംഗ് ട്രാക്കിംഗ് ഓർഡർ. സോ വി നീഡ് ടു ഫോളോ ദി ഇൻ്റർഫേസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർഫേസ് ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർഫേസ് എന്ന് വിളിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് അംഗമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് കളയണം. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത്, ആ വയലേഷൻ സമയത്ത് നിങ്ങൾ നോ ലോങ്ങർ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ അതിനുശേഷം അയാൾ പറയുകയാണ് എൻ്റെ അടുത്ത് ട്രാക്ക് ഓർഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതോടെ ചെയ്യണം. track_. ഞാൻ ട്രാക്ക് ഓർഡർ ചുമ്മാ ട്രാക്ക് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാണ്. സെൽഫ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്, കാരണം അതൊരു മെത്തേഡ് ഒബ്ജക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ ഓർഡർ കൊടുക്കുന്നു എന്ന് നോക്കാം. പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ട്രാക്ക് ഓർഡർ തന്നെ കൊടുക്കണം, കാരണം അതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. സോ അബ്സ്ട്രാക്ട് മെത്തേഡ് അതേപോലെ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എറർ. അപ്പോൾ ഞാൻ track_order കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പറയുന്നു പ്രിൻറ്റ് എന്താണ് ട്രാക്കിംഗ് ഓർഡർ വിത്ത് ID ഓർഡർ. എനിക്കിപ്പോൾ ഓർഡർ ID ഒന്നുമില്ല, ഞാൻ ആ ഓർഡർ വെച്ചിട്ട് തന്നെ സെർച്ച് ചെയ്യാണ്. സോ അപ്പോൾ ഞാനിത് റൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ എന്താണ് തന്നെ ഓർഡറിങ് ഫുഡ് ബർഗർ ഫ്രം A6 ഫുഡ്. കാരണം എൻ്റെ പുതിയ സാധനം വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞ എക്സ്പാൻഷൻ ഈസിയായി. ഈസി അല്ലേ, ഞാൻ ഈ പറഞ്ഞ ഓർക്കസ്ട്രേറ്ററിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഇറ്റ് ഈസ് ടേക്കിംഗ് എനിത്തിങ്
ആസ് പേരൻറ്റ് എന്ന് വെച്ചാൽ ഈ ഇൻ്റർഫേസിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന എന്തും ഇതെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ ഇവിടെ ബ്രേക്ക് ആയിട്ടില്ല. സിമ്പിൾ. എന്നാൽ നമ്മളിപ്പോൾ രണ്ടെണ്ണം പഠിച്ചു എന്ന് വെച്ചാൽ സിംഗിൾ റെസ്പോൺസിബിലിറ്റി. ഓരോ ക്ലാസ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ ഉള്ളൂ, ഒന്നോ രണ്ടോ എന്ന് വെച്ചാൽ ഇത് എല്ലാ ക്ലാസ്സിലും നിർബന്ധമായിട്ട് വേണ്ടതാണ്. ട്രാക്ക് ഓർഡറും പ്ലേസ് ഓർഡറും എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ശരിയല്ലേ? ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അധിക പണിയായി പോകും. എന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറിക്കകത്ത് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. റേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം അതില്ലെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അത് മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റി ആയി. ഇപ്പോൾ നമ്മളുടെതൊക്കെ എന്ന് വെച്ചാൽ സിംഗിൾ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ വി ആർ ഫോളോയിങ് എസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ. നമുക്ക് വീണ്ടും പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ, ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ. നമ്മളുടെ പേരൻറ്റിനെ നമ്മൾ ഒരിക്കലും മാറ്റിയിട്ടില്ല, എന്നാൽ നമുക്ക് പുതിയ ചൈൽഡിന് ഉണ്ടാക്കാൻ പറ്റി. ഓർക്കസ്ട്രേറ്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇറ്റ് ടുക്ക് ആസ് എൻ ആപ്പ്. അപ്പം സോളിഡിനകത്ത് SO L കഴിഞ്ഞു, ഇൻ്റർഫേസ് അഗ്രിഗേഷൻ കഴിഞ്ഞു, അപ്പോൾ എല്ലാം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇൻ്റർഫേസ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. സോ ഇൻ്റർഫേസ് ഇസ് ഓൾസോ സെഗ്രിഗേറ്റഡ്. ഇനി ഡിപ്പെൻഡൻസി ഇൻവേർഷൻ കഴിഞ്ഞു, കാരണം ഇവിടെ നമ്മൾ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഫുഡ് ഡെലിവറി ആപ്പിന് പകരം നമ്മൾ ചെയ്യാണ്, ഫുഡ് ഡെലിവറി ആപ്പിന് പകരം നമ്മൾ പറയാണ് നമുക്ക് സ്വിഗ്ഗി എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഹാർഡ് കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു ഡിപ്പെൻഡൻസ് ഇൻവേർഷൻ കഴിഞ്ഞു. സോ യു ആർ ഡിപ്പെൻഡിങ് ഓൺ ഈ പറഞ്ഞ സ്വിഗ്ഗി. അല്ല, നിങ്ങൾക്ക് ബാക്കി എസ്ട്രിക്സ് ഫുഡിലേക്ക് വരണമെങ്കിൽ പറ്റില്ല, കാരണം അത് ഡിപ്പെൻഡൻസി അവിടെ ഇങ്ങനെ ഹാർഡ് കോഡ് വെച്ചേക്കാണ്. നമുക്ക് അടുത്ത ഒന്നുകൂടെ നോക്കാം. അതിനകത്ത് ഇൻ്റർഫേസ് അഗ്രിഗേഷൻ ഒന്നുകൂടെ നോക്കാം, കാരണം നമുക്ക് സ്പ്ലിറ്റിംഗ് ക്ലയൻസ് ഓൾറെഡി ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർഫേസ് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വേണ്ടി വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇൻ്റർഫേസ് ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരൻ്റ് ഉണ്ട്, അതൊരു ഇൻ്റർഫേസ് ആണ്. അതിനകത്ത് പ്ലേസ് ഓർഡർ ഉണ്ട്, ട്രാക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സിമിലർ ക്ലാസ്സസ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻ്റർഫേസ് എന്ന് വിളിക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു റേറ്റിംഗ് സർവീസും കൂടി ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താണ്, അത് അധികപ്പണിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ പോകും. കാരണം ആ ഇൻ്റർഫേസിന് ആവശ്യമില്ലാത്ത, ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഞാൻ പറയുകയാണ് എനിക്ക് കസ്റ്റമർ സർവീസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ആ റേറ്റിംഗ് സർവീസ് അധികപ്പണിയാണ്. എന്നാൽ ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി, കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ടല്ലോ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്തായാലും ഉപയോഗിക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ പറയും ഇത് ഭയങ്കര തലവേദനയാണല്ലോ, അപ്പോൾ ഞാനൊരു എക്സെപ്ഷൻ എഴുതി വെക്കും, ഇത് കിട്ടുവാണെങ്കിൽ എറർ അടിച്ചോളാൻ പറയും. അപ്പം പറയുകയാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, യു ഹാവ് ടു ഡിഫൈൻ എ സെപ്പറേറ്റ് വൺ കോൾഡ് റേറ്റിംഗ് സർവീസ്. അതിനകത്തൊരു എബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് വെച്ചാൽ റേറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വിഗ്ഗി ആപ്പിന് ഊബർ ഈറ്റ്സ് വന്നു, ഊബർ ഈറ്റ്സിന് വേണ്ട അത് വേണ്ട. അതേപോലെ നമ്മളുടെ ആപ്ലിക്കേഷൻ വരുന്നു, അന്നേരം പറയുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വി വിൽ ലിവ് വിതൗട്ട് ദാറ്റ്. എന്നാൽ സ്വിഗ്ഗി ആപ്പ് വരുമ്പോൾ സ്വിഗ്ഗി പറയുകയാണ് എനിക്ക് റേറ്റിംഗ് സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, 2 പേരൻ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ പേരൻ്റ് എന്താണ്, ഓർഡർ സർവീസാണ്. രണ്ടാമത്തെ പേരൻ്റ് റേറ്റിംഗ് സർവീസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഞാനിപ്പോൾ ഉദാഹരണം ഞാനിതിങ്ങ് അൺകമൻറ്റ് ചെയ്യാണ്. നമുക്ക് ഈ പറഞ്ഞ ക്ലാസ് വേണ്ട, കാരണം ഇൻ്റർഫേസ് അഗ്രിഗേഷൻ എക്സാമ്പിളാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്രിഗേറ്റർ എന്താണ്, ഇപ്പോൾ റേറ്റിംഗ് ഓർക്കസ്ട്രേറ്റർ ആണ്. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ AI. അപ്പം ഞാൻ അവിടേക്ക് വരുന്നു, അതിനുശേഷം നമ്മളതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇനിഷ്യലൈസിങ് വിത്ത് ദ റേറ്റിംഗ് സർവീസ് അല്ലേ, റേറ്റിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ റേറ്റിംഗ് സർവീസ് ആരാണ് ഇപ്പം നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഊബർ ഈറ്റ്സ് അല്ലേ, സ്വിഗ്ഗി ആപ്പാണ് നമ്മളുടെ പുതിയ കസ്റ്റമർ. അപ്പോൾ എന്താ വെച്ചാൽ റേറ്റിംഗ് സർവീസ് കൊടുക്കേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി ആപ്പിനാണ്. അതിൽ നിന്നൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് എന്താ, ക്യാൻറ്റ് ഇൻസ്റ്റാൻഷിയേറ്റ്, അതായത് സ്വിഗ്ഗി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്, റേറ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർവീസ് മെത്തേഡ് ഇല്ലാത്തതുണ്ട്. കാരണം എന്താണ്, നമ്മളുടെ നേരത്തെ പറഞ്ഞ MRO, മെത്തേഡ് റെസൊല്യൂഷൻ ഓർഡർ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഓരോ മെത്തേഡിലും പോയി നോക്കും അല്ലേ. ആദ്യത്തെ മെത്തേഡ് എന്താണ് നമ്മളുടെ, അപ്പോൾ നമുക്ക് അതിൻ്റെ MRO എന്നെടുത്ത് നോക്കാം. .MRO വർക്കത്തില്ല, അപ്പം ഞാനത് തിരിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, എൻ്റെ ചൈൽഡ് ക്ലാസ് എക്സിക്യൂട്ട് ചെയ്യണ്ട. സോ യു നീഡ് ടു സീ ദി ചൈൽഡ്.
സോ ഓർക്കസ്ട്രേറ്റർ സോറി നമുക്ക് അതിൻ്റെ ഇതിന് വേണ്ടി വിളിക്കണ്ടല്ലോ, അഗ്രിഗേറ്ററിനെ വിളിക്കണ്ടല്ലോ, നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ വിളിച്ചാൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്വിഗ്ഗി ആപ്പിലേക്ക് പോകുന്നു. സ്വിഗ്ഗി ആപ്പ് ഈസ് ദി ഫസ്റ്റ് പാരൻറ്റ്, ഫസ്റ്റ് ചൈൽഡ്. അതിനുശേഷം ഓർഡർ സർവീസിലേക്ക് വന്നു, കാരണം ഓർഡർ സർവീസ് വൺ ഓഫ് ദി ഇൻഹെറിറ്റഡ് പാരൻ്റ് ആണ്. അതിനുശേഷം റേറ്റിംഗ് സർവീസിലേക്ക് പോകുന്നു, റേറ്റിംഗ് സർവീസ് മറ്റൊരു പാരൻ്റ് ആണ്. അതിനുശേഷം എ ബി സിയിലേക്ക് പോകുന്നു, കാരണം അതിൻ്റെ പാരൻ്റ് എ ബി സി ആണ്. അതിനുശേഷം എ ബി സി എന്തിനാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓപ്പറേഷൻ സ്വിഗ്ഗി ആപ്പ് സ്വിഗ്ഗി ആപ്പിനെ നമ്മൾ വിളിച്ചപ്പോൾ നടന്ന ഓപ്പറേഷൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് ഡെലിവറി സർവീസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എറർ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതും ഇൻഹെറിറ്റ് ചെയ്യണം. ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ എന്താണ്, ഇതുണ്ടായിരിക്കുന്ന എന്തിൽ നിന്നാണ്, എ ബി സിയിൽ നിന്നാണ്. എ ബി സി എന്തിൽ നിന്നാണ്, എ ബി സിക്ക് ആണെങ്കിൽ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട് താനും, അത് ഉപയോഗിച്ചിട്ടില്ല. സോ യു ഗോട്ട് എൻ എറർ. ഇനി നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഫോളോ അവർ സ്റ്റാൻഡേർഡ്സ്. ആ ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. ആ കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യത്തില്ല. സോ യു ഹാവ് ടു യൂസ് ദാറ്റ് കോൺട്രാക്റ്റ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് സർവീസ് കൊടുക്കാം. റേറ്റ് ഡെലിവറി അല്ലേ. റേറ്റ് ഡെലിവറിക്ക് ഓർഡർ ഐ ഡി കൊടുക്കണം. ഓർഡർ ഐ ഡി 1 2 3 കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്, റേറ്റിംഗ് 1.5 അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് കൊടുക്കുന്നു 5. സോ സ്വിഗ്ഗി റേറ്റഡ് ഓർഡർ 1 2 3 വിത്ത് 5 stars. ഇൻ്റർഫേസ് അഗ്രിഗേഷനുമായി അല്ലേ. എന്ന് വെച്ചാൽ 2 ഇൻ്റർഫേസ് ഉണ്ടായിരുന്നു. ഒന്ന് റേറ്റിംഗ് എന്ന ഇൻ്റർഫേസും രണ്ടാമത് ഓർഡർ സർവീസ് എന്ന ഇൻ്റഗ്രേഷൻ. ഇനി നമ്മൾ വേണേൽ പറയണം വേറൊരു ഇൻ്റർഫേസോട് ആഡ് ചെയ്യണം. ക്ലാസ് എന്താ പറയുക, ക്യാൻസൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നു. അതെന്തിൽ നിന്നുണ്ടാക്കുന്നു, എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്നുണ്ടാക്കുന്നു. അതിനുശേഷം പറയുന്നു അബ്സ്ട്രാക്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അബ്സ്ട്രാക്ട് മെത്തേഡിനകത്ത് ഞാൻ പറയുന്ന ഡെഫിനിഷൻ പറയുന്നു ക്യാൻസൽ ഓർഡർ എന്താണ്. അപ്പോൾ ഞാൻ പറയുന്നു സെൽഫ് ഉണ്ട്, ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ ഓർഡർ ഐ ഡി എന്താണെന്ന് അറിയണം. സോ അതിനുശേഷം ഞാൻ പറയുന്നു പാസ്. അപ്പോൾ ഞാനത് ക്യാൻസൽ സർവീസും കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർഫേസ് കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞ ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ ഞാൻ വയലേറ്റ് ചെയ്യുന്നില്ല, സിംഗിൾ റെസ്പോൺസിബിലിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല, ലിസ്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ പറഞ്ഞ ഓർക്കസ്ട്രേറ്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഡിപ്പെൻഡൻസി ഇൻവേർഷൻ ഇല്ല. എന്നാൽ ഇൻ്റർഫേസ് അഗ്രിഗേഷനും കൂടെ ചേർത്ത് ഞാൻ ഒരു പുതിയ ഇൻ്റർഫേസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ക്യാൻസൽ സർവീസ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയുകയാണ് സ്വിഗ്ഗി എടുത്ത് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ സ്വിഗ്ഗി അല്ല ഊബർ ഈറ്റ്സിനോട് പറയുകയാണ്, സ്വിഗ്ഗി തന്നെ എടുക്കാൻ, എനിക്ക് വീണ്ടും ഉണ്ടാക്കണ്ടല്ലോ. സ്വിഗ്ഗിയോട് ഞാൻ പറയുകയാണ് യു ഹാവ് ടു യൂസ് ക്യാൻസൽ സർവീസ്. ക്യാൻസൽ സർവീസും കൂടെ നിങ്ങൾ ഉപയോഗിക്കണം, കാരണം നമുക്ക് അത് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉപയോഗിച്ചില്ല, ഇൻഹെറിറ്റ് ചെയ്തു, എന്നാൽ ഞാനത് ഉപയോഗിച്ചില്ല. അപ്പം പറയുന്നതുകൊണ്ട് ക്യാൻസൽ ഓർഡർ ഉപയോഗിക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് വന്നിട്ട് പറയുന്നു ക്യാൻസൽ _ഓർഡർ. അപ്പോൾ ഓർഡർ ഐ ഡി എന്താണ്, പിzzയാണ്, പ്രിൻറ്റ് ഓർഡർ ഈസ് ക്യാൻസൽ. അത് ഡെഫിനിഷൻ അല്ലേ. സോ അത് അപ്പോൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വന്നിട്ട് പറയുന്നു സോ ഐ നീഡ് ടു ക്യാൻസൽ ദ ഓർഡർ. അപ്പോൾ ഞാൻ റേറ്റ് ഡെലിവറി ഒഴിവാക്കിയതിന് ശേഷം പറയുന്നു ക്യാൻസൽ _ഓർഡർ. എന്നിട്ട് ഞാൻ പറയുന്നു പിസ്സ. പറയുന്നു ഓർഡർ പിസ്സ ഈസ് ക്യാൻസൽഡ്. അപ്പോൾ എനിക്ക് പുതിയൊരു ഇൻ്റർഫേസ് ഉണ്ടായി. ഐ ഹാവ് ഡൺ ഇറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, അടുത്തൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് നോക്കുന്നത്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, സോൾവ് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞ കേട്ടോ. എല്ലാം ഞാൻ മീറ്റ് ചെയ്തില്ലേ, കാരണം ഒന്നും സ്കിപ്പ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഒരെണ്ണോടെ നോക്കട്ടെ. സ്പ്ലിറ്റിംഗ് ഇല്ല, നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ ഡിപ്പെൻഡൻസി ഇൻവേർഷൻ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ആപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർഫേസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൊടുക്കണം. ആ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്
നോട്ടിഫിക്കേഷൻ ചാനൽസ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ ചാനൽസ് ഒരുപാടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർഫേസ് കാൻഡിഡേറ്റ് എന്താണ്? നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർഫേസ് കാൻഡിഡേറ്റ്. ആ ഇൻ്റർഫേസ് കാൻഡിഡേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആരൊക്കെ വർക്ക് ചെയ്യണം? ഇമെയിൽ വർക്ക് ചെയ്യണം, SMS വർക്ക് ചെയ്യണം, സ്ലാക്ക്, വാട്സപ്പ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ സ്റ്റാൻഡേർഡിലേക്ക് ഉൾക്കൊള്ളണം. എന്നാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരുപാട് വലുതാവാനും പാടില്ല. എന്ന് വെച്ചാൽ ഇമെയിൽ അയക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാവർക്കും ഇമെയിൽ അയക്കേണ്ട ആവശ്യമില്ല. ചിലർക്ക് ചിലപ്പോൾ ഇൻസ്റ്റൻസ് ഒരു SMS അയച്ചാൽ മതിയായിരിക്കും ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വരണമെങ്കിൽ SMS ആണ് ഏറ്റവും ബെറ്റർ. അപ്പം ഇമെയിൽ അയക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. എന്നാൽ എനിക്ക് വേറെ കമ്പനികളുണ്ടെങ്കിൽ, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇമെയിലാണ് എനിക്ക് വലിയ മുഖ്യമായിട്ടുള്ളതെങ്കിൽ ഞാൻ ഇമെയിൽ ഉപയോഗിച്ചാൽ മതി, വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻ്റർഫേസിനകത്ത് എല്ലാം കൂടെ കൊണ്ടിടരുത്. എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നോട്ടിഫിക്കേഷൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് SMS ഉണ്ട്, ഇമെയിൽ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, 3 ഉണ്ട്. എന്നാൽ വൺ ആപ്ലിക്കേഷൻ only uses SMS, other uses email and WhatsApp. അപ്പോൾ ഈ അതർ ആപ്ലിക്കേഷൻ ഇമെയിലും വാട്സപ്പും ഉപയോഗിക്കുന്ന കമ്പനിക്ക് എന്ത് വേണ്ട? SMS വേണ്ട. അപ്പം നിങ്ങൾ അഡീഷണലി പറയുകയാണ്, നിങ്ങൾ ഉപയോഗിച്ച് കൊടുത്തില്ല, അടിക്കുന്ന പറയുന്ന സാധനമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലും അത് അടിച്ചേൽപ്പിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ഇൻ്റർഫേസ് ആക്കുക. എന്ന് വെച്ചാൽ SMS വേണ്ടിയൊരു ക്ലാസ് ഉണ്ടാക്കുക, SMS സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ 3 ക്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരാണോ, അപ്പോൾ നമ്മൾ പുതിയൊരു എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് ഉണ്ടാക്കുകയെന്ന് വെച്ചൊരു കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നു യു ഹാവ് ടു ഇൻഹെറിറ്റ് ഫ്രം SMS, ഇമെയിൽ, വാട്സപ്പ്. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ 3 ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ആവശ്യമില്ലെങ്കിൽ കളയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഹെറിറ്റൻസ് പഠിക്കണം, കോമ്പോസിഷൻ ഞാൻ കവർ ചെയ്തില്ലേ? കോമ്പോസിഷൻ ഞാൻ കവർ ചെയ്തില്ല കേട്ടോ. കോമ്പോസിഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇത് എന്തായാലും ഉണ്ടല്ലോ, നമുക്ക് ഇനിയും മോഡ്യൂൾസൊക്കെ വരാണ്ട്. അപ്പോൾ ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ആ സമയത്ത് ഞാൻ കോമ്പോസിഷൻ വീണ്ടും പറയാം. അപ്പം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ബ്ലോട്ടഡ് ആവരുത്, നിങ്ങളുടെ ഇൻ്റർഫേസ് ഒരിക്കലും ഫാറ്റ് ആവരുത്, ലീൻ ആവുക, ആവശ്യമുള്ളതിനെ കൊണ്ടൊന്ന് പ്ലഗ് ഇൻ ചെയ്യുക. അതാണ് നമ്മളുടെ ഉദ്ദേശം. ഇത്രയും കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സോളിഡ് പ്രിൻസിപ്പിൾസ് കഴിയുന്നു. ഞാൻ എന്തോ ഒരു കാര്യം പറയാമെന്ന് ഞാൻ മറന്നുപോയി. ഇത് എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാൻ മറ്റേ കോമ്പോസിഷൻ്റെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് അങ്ങ് പോയി. അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. മറന്നുപോയി, എനിക്ക് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു നിർബന്ധമായിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരുന്നു, പക്ഷേ അത് സാധനം മറന്നുപോയി. എന്താ ഞാൻ പറയാമെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഡിപ്പെൻഡൻസി ഇൻവേർഷൻ, ഇൻ്റർഫേസ് അഗ്രിഗേഷൻ. അപ്പോൾ ഇൻ്റർഫേസ് ഇതാണ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇൻ്റർഫേസ് കാൻഡിഡേറ്റും നൗണും വെർബും മനസ്സിലാക്കുക. ആരെയാണ് ഇൻ്റർഫേസ് ആക്കി വെക്കാൻ പറ്റുക നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് കോഡിങ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ്സിൽ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ പാടുള്ളൂ. അതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്, മാറ്റാനും മറിക്കാനൊക്കെ എളുപ്പമാണ്, പ്ലഗ് ആൻഡ് പ്ലേ ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ പറഞ്ഞ മറ്റേതിൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. ഓക്കെ, വാട്ടെവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു ലോങ് ആണ്, ലെങ്തി ആണ് ഇത്. അപ്പോൾ നിങ്ങളിത് കാണുന്നത് ഓക്കെ, ഞാനിത് പഠിപ്പിക്കാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂറുകളും അല്ല ദിവസങ്ങളാണ് ഇത്രയും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി ഞാൻ പറഞ്ഞുതരും, പ്രശ്നമില്ല. കാരണം ഞാനിപ്പോൾ കാണാതെ പറയാൻ ഓക്കെയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കോഡ് ഞാൻ കാണാതെ എഴുതിയതാണ്. ഇപ്പം നമ്മളെങ്ങനെയാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻ ഉണ്ടാക്കുന്നത്, അബ്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ഭയങ്കര നിർബന്ധമാണ്. അബ്സ്ട്രാക്ട് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ, ഇത് ഉപയോഗിക്കേണ്ട സാഹചര്യം കൊണ്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെയാണ് ഞാൻ അറിയാൻ പറ്റും, എൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും കീപ് പോസ്റ്റിങ്. അതുകൊണ്ട് നിങ്ങളുടെ അപ്രീസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറയുന്ന വാല്യുബിൾ ഫീഡ്ബാക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിർത്തിയിട്ട് പോവാം. എൻ്റെ പൈത്തൺ ബേസിക്സ് യൂട്യൂബിൽ ഇടേണ്ട സാധനം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ എനിക്ക് മടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നിർത്തിയെന്നും വരും. അപ്പോൾ നിങ്ങൾ തരുന്ന ബൂസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നതുള്ളൂ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞായിരുന്നു ഫാസ്റ്റ് API ചെയ്യുന്നു. ഫാസ്റ്റ് API ചെയ്തില്ലെങ്കിൽ ഞാൻ REST API
ദെൻ വന്ന് ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ട് API ചെയ്യുന്നുണ്ട്. രണ്ടും സെയിം ആണ്. മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ ഡിഫറൻ്റ് ആവുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടത് ഹൗ ടു യൂസ് ദ മൊഡ്യൂൾ എന്ന് മാത്രമാണ് നോക്കേണ്ടത്. അപ്പം മൊഡ്യൂളിൻ്റെ സെക്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കും. മൊഡ്യൂളിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ് ഡെഫിനിഷനും ഇൻഹെറിറ്റൻസും പോളിമോർഫിസം ഒക്കെ വീണ്ടും വരുന്നതാണ്. അപ്പം ഇതെന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ ഉറങ്ങാതെ പോലും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് സ്റ്റക്കായി പോകുന്നുണ്ട്. അടുത്തടുത്തിലേക്ക് പോകാനുള്ള താല്പര്യം കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തീർത്തത്. നെക്സ്റ്റ് വൺ ഈസ് എറർ ഹാൻഡ്ലിങ്. അതും ഇച്ചിരി സമയം എടുക്കുന്നതാണ്. എനിക്ക് മടുക്കുന്നു. പിന്നുള്ളതെന്ന് വെച്ചാൽ മൊഡ്യൂൾസാണ്. മൊഡ്യൂൾസ് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് എത്താൻ. ഇനിയും വേണം 5 എപ്പിസോഡ്. എപ്പോൾ തീർക്കാനാ? അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സലിൻ്റെ ട്രെയിനിങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് നടക്കുന്നില്ല. ഈ മാസമെങ്കിലും ചെയ്തു തീർക്കണം. സോ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.